അതിന്റെ ഇടയ്ക്ക് വീഡിയോ ഓഫ് ചെയ്യരുത്. സോ ഗുഡ് മോർണിംഗ് എവരി വൺ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ GST ഫയലിംഗ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ എൻറ്റയർലി ഒരു പുതിയൊരു ടോപ്പിക് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. AI ഇന്റഗ്രേറ്റഡ് എക്സൽ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് AIയും എക്സലും നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് പലർക്കും എക്സൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? നിങ്ങൾ ഫൗണ്ടേഷൻ ലെവലിനകത്ത് നിങ്ങൾ എക്സൽ ഒക്കെ പഠിച്ചു, എക്സലിലെ കേസ് സ്റ്റഡീസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്തു അല്ലെ? അപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴും അതിനകത്ത് പല ഫോർമുലാസും ഫങ്ഷൻസും ഒക്കെ ഇപ്പോഴും ഓർമ്മയുണ്ടോ? ജെന്യൂൻ ആയിട്ട് പറഞ്ഞു, ഞാനൊന്നും ചീത്തയോ ഒന്നും പറയാനൊന്നല്ല. ജെന്യൂൻ ആയിട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഫോർമുലാസ് ഒക്കെ എന്തെങ്കിലും? ജയലക്ഷ്മിക്ക് വലിയ ഓർമ്മയില്ല. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ജോസ്നയ്ക്കും ഓർമ്മയില്ല. പിന്നെ ബാക്കി ആർക്കെങ്കിലും ഇല്ല? യെസ്, അത് നിങ്ങളുടെ തെറ്റല്ല. കാരണം എന്താണ്? കാരണം നിങ്ങൾ ആ എക്സൽ പഠിച്ച സമയത്ത് നിങ്ങൾ ബെസ്റ്റ് ആയിരുന്നു. കാരണം എന്താണ്? എക്സലിൽ നിങ്ങൾ കുറെ വർക്ക്ഔട്ട് ചെയ്തു, അത് തന്നെ റിപ്പീറ്റ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്തു. അപ്പൊ ആ സമയം നിങ്ങൾ ഓർമ്മ വന്നു. ഇപ്പൊ എക്സൽ ഒക്കെ എടുത്തിട്ട് ഒരുപാട് നാളായിട്ടുണ്ടാവില്ല. നമ്മളിപ്പോ GST ഫയലിംഗ് വേണ്ടിയാണ് പിന്നെയും നമ്മൾ എക്സൽ ഒന്ന് ചെറുതായിട്ട് വർക്ക്ഔട്ട് ചെയ്ത്. അതല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, പിന്നെ നമ്മൾ എക്സൽ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല അല്ലെ? ഇപ്പോഴും ഞാൻ VLOOKUP എന്താണ്, പിവോട്ട് ടേബിൾ എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പലവർക്കും ഡൗട്ടാ, അയ്യോ ഇത് എന്താ സംഭവം. ഓക്കെ, അത് എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ തെറ്റല്ല. ആക്ച്വലി നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ മറന്നുപോയതോ അതൊന്നും നിങ്ങളുടെ തെറ്റല്ല. കാരണം മനുഷ്യന്മാരായി കഴിഞ്ഞാൽ മറവിയും സ്വാഭാവികമായിട്ടുണ്ടാവും അല്ലെ? അപ്പൊ നമ്മൾ എന്തെങ്കിലും കാര്യം മറന്നുപോയാൽ നമ്മൾ പിന്നെ ആശ്രയിക്കുന്ന ആരായിരിക്കും? ഈ AIസിനെയാണ് നമ്മളിപ്പോ ഈ ഇടയ്ക്ക് ആശ്രയിക്കണം. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നിങ്ങൾ എന്തായാലും പഠിച്ചേ പറ്റൂ, വേറെ ഓൾട്ടർനേറ്റീവ് ഉണ്ടായിരുന്നില്ല അല്ലെ? പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ AI എന്ന് പറഞ്ഞ സംഭവം എമേർജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആയിന്നല്ല, എമേർജിങ് ആണ്. ഇപ്പോഴും എന്താണ് AI എല്ലായിടത്തും ചെയ്യുന്നത് അല്ലെ? ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ എന്ത് ചെയ്യുന്നുണ്ട്, AI യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? ഏതൊക്കെ AIs ആണ് നിങ്ങൾ കോമൺ യൂസ് ചെയ്യുന്നത്? ലിസ്റ്റ് ഔട്ട് ചെയ്ത് ഏതൊക്കെ ആയിരിക്കും? ഒന്ന് ChatGPT അല്ലെ? അതെല്ലാവരും ആൻസർ പറയുന്നുള്ളതുകൊണ്ട് ഞാൻ ചാടിക്കേറി പറഞ്ഞു ChatGPT. പിന്നെ വേറെ എന്തൊക്കെ AI യൂസ് ചെയ്യാറുണ്ട്? നിങ്ങൾ പറഞ്ഞു. ജെമിനി യൂസ് ചെയ്യാറുണ്ട് അല്ലെ? അത് ഗൂഗിളിന്റെ തന്നെ വേറൊരു AI ആണ് ജെമിനി. ഓക്കെ, ഗുഡ്. പിന്നെ വേറെ എന്തൊക്കെ AIs ഉണ്ട്? നിങ്ങൾ എന്തൊക്കെ യൂസ് ചെയ്യുന്നത്? ഗൂഗിളും ജെമിനിയും മാത്രം യൂസ് ചെയ്യാറുള്ളൂ, അല്ലാണ്ട് വേറെ AIs ഒന്നുമില്ല? മെറ്റ AI ഉണ്ട് അല്ലെ? നമ്മുടെ വാട്സപ്പിൽ തന്നെ ഒരു AI ഉണ്ട്, മെറ്റ AI. നിങ്ങൾ ലേറ്റസ്റ്റ് വേർഷൻ ഡൗൺലോഡ് ചെയ്യാൻ അറിയാൻ പറ്റും. വെരി ഗുഡ്. കോപ്പൈലറ്റ് എന്താണ്? മൈക്രോസോഫ്റ്റിന് തന്നെ ഒരു AI ആണ് കോപ്പൈലറ്റ് എന്നാണ്. വെരി ഗുഡ്. പിന്നെ ക്ലൗഡ് എന്ന് പറഞ്ഞാൽ വേറെ ടൈപ്പ് ഓഫ് AI തന്നെ, ChatGPT പോലെ തന്നെ. പിന്നെ വെരി ഗുഡ് സുനിത, DeepSeek. അതൊക്കെ ഓരോ AIs ആണ്. ഓക്കെ, ഞാൻ ഇത്രയും റെസ്പോൺസ് പ്രതീക്ഷ കൂടി പോയി ആ ക്ലൗഡ് ഈ പറഞ്ഞ പോലെ ഇതൊക്കെ പറയുന്ന ഞാൻ വിചാരിച്ചോളൂ. ബാക്കി അല്ലാണ്ട് നിങ്ങൾക്ക് അറിയാം. ഗുഡ്. സോ അങ്ങനെ പലതരം AIs നമുക്ക് നമ്മുടെ എന്തുണ്ട്, ഇതിനകത്തുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ AIs നമുക്ക് എങ്ങനെ നമുക്ക് എക്സലിനകത്ത് കൊണ്ടുവരാം? ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ അറിയില്ല, നിങ്ങൾ ഫംഗ്ഷന്റെ സിന്റാക്സ് അറിയത്തില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ AIനോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്ത് തരും? അവര് പറഞ്ഞുതരും. AI എന്ത് ചെയ്യും? ഈ പറഞ്ഞ പോലെ ഫോർമുലയും കാര്യങ്ങളും പറഞ്ഞുതരും. പക്ഷെ അതിനൊരു കാര്യമുണ്ട്, എന്താണെന്നറിയോ? നമ്മൾ ഈ AIനകത്ത് കൊടുക്കുന്ന ഒരു പ്രോംപ്റ്റ് ഉണ്ട്. ആ പ്രോംപ്റ്റ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് കൊടുക്കണം. ആ പ്രോംപ്റ്റ് കൊടുക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അപ്പൊ പ്രശ്നം. എന്താ പ്രോംപ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? പ്രോംപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അഥവാ ക്വയറീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ ഒരു ഡേറ്റ എടുത്തിരിക്കുകയാണ്. ആ ഡേറ്റ അനലൈസ് ചെയ്തിട്ട് ഓരോന്നും കണ്ടുപിടിക്കണമെന്ന് പറയാണ്. അപ്പൊ അത് അങ്ങനെ ചുമ്മാ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമില്ല. എന്തൊക്കെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് എന്ത് ചെയ്യണം? ChatGPT എടുത്ത് കറക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഈ പറഞ്ഞു കൊടുക്കുന്നതിന് ആ ഒരു സ്കില്ല് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ഡെവലപ്പ് ചെയ്യണം. അപ്പൊ നിങ്ങൾ എക്സലിനകത്ത് ഫങ്ഷൻസ് ചെയ്യുന്നേക്കാൾ കൂടുതൽ നിങ്ങൾ പഠിക്കാൻ പോകുന്ന മെയിൻ സംഭവം എന്താ? ഒരു പ്രോംപ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ChatGPT എങ്ങനെ ലോഗിൻ ചെയ്യാമെന്ന് കാണിച്ചു തരാവേ. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ChatGPT എങ്ങനെ ലോഗിൻ ചെയ്യാന്നുള്ളത്. സോ ലെറ്റ് സി ഹൗ ടു ലോഗിൻ ടു ChatGPT. എല്ലാവർക്കും സ്ക്രീൻ കാണാമെന്ന് വിശ്വസിക്കുന്നു. കാണാമല്ലോ അല്ലെ? കാണാമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നിങ്ങൾ ജസ്റ്റ് ChatGPT എന്ന് അടിച്ചു കൊടുക്കാം. ChatGPT ഏത് AI വേണമെങ്കിലും യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ChatGPT ആണെങ്കിൽ chatgpt.com എന്ന് പറഞ്ഞൊരു AI ഉണ്ട്. ജസ്റ്റ് ആ സൈറ്റിൽ കയറുക. എന്നിട്ട് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ലോഗിൻ ചെയ്യണം. ഇപ്പൊ എനിക്ക് ഇവിടെ താഴെ കാണാൻ പറ്റും നിതിൽ തമ്പി എന്ന് പറഞ്ഞാൽ എന്റെ പേര് കാണാം. അപ്പൊ എന്താ, എനിക്ക് ഓൾറെഡി ഒരു പ്രൊഫൈൽ അവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഒരു ID ഫസ്റ്റ് ഓഫ് ഓൾ ക്രിയേറ്റ്. നിങ്ങൾ സോഹോ ബുക്സിലൊക്കെ എങ്ങനെയാ?
നിങ്ങൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തില്ലേ, അതേപോലെ ChatGPT-യിലോ ജെമിനയിലോ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു അക്കൗണ്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ടും ക്രിയേറ്റ് ചെയ്യണം. എന്തുകൊണ്ടാണ് ക്രിയേറ്റ് ചെയ്യണം എന്ന് പറയുന്നത് അറിയോ? നിങ്ങൾക്ക് അല്ലാണ്ടും ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ChatGPT യൂസ് ചെയ്യാം. പക്ഷെ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. എന്താണെന്നറിയോ? നിങ്ങൾക്ക് ആഡ് ഹിസ്റ്ററീസ് ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ, പുണ്യ ഒരാഴ്ച മുമ്പ് ഒരു സംഭവം സെർച്ച് ചെയ്തു. അപ്പൊ ഒരാഴ്ച കഴിഞ്ഞ് ഇന്ന ആളത് നോക്കാനിരിക്കായിരുന്നു. അപ്പൊ എന്ത് ചെയ്യും, ഇവിടെ നിങ്ങൾക്ക് കാണാം, ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കാണാൻ പറ്റും, റീസൺസ് എന്ന് കാണാൻ പറ്റും. കണ്ടില്ലേ? ഇപ്പൊ ഞാൻ സെർച്ച് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് ഇവിടെ എന്ത് കാണാൻ പറ്റുന്നത്, ഇവിടെ കാണാൻ പറ്റുന്നത്. സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, റീസൺസിനകത്ത് പോയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇഫ് യു ഹാവ് എൻ അക്കൗണ്ട്, ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റീസൺ ഹിസ്റ്ററീസ് ഒക്കെ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, നിങ്ങൾ പിന്നെ ആദ്യം മുതൽ പിന്നെയും കഷ്ടപ്പെട്ടിരുന്ന് ചെയ്യേണ്ടി വരും. സോ ബെറ്റർ എന്താ, ഇങ്ങനെ ഒരു റീസൺസ് ഉള്ളത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ലോഗിൻ ചെയ്യണം, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ലോഗിൻ ചെയ്യാം. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് കാണാം, ChatGPT-യുടെ സ്ക്രീൻ കാണാം. ഇതിനകത്ത് കണ്ടില്ലേ, ആസ്ക് എനിത്തിങ്. അപ്പൊ ChatGPT മാന്യനാണ്, അവൻ ചോദിക്കണം എന്താ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാതെ പറയണം. പക്ഷെ നമ്മൾ ചോദിക്കുന്ന കാര്യം കറക്റ്റ് ആയിട്ട് വരും. നമ്മൾ ദൈവത്തിന് മുമ്പിൽ വരം ചോദിക്കാണ്, നിങ്ങൾക്ക് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ അടുത്ത് പ്രോപ്പർ ആയിട്ട് നമ്മൾ വരം ചോദിക്കില്ലേ, അതേപോലെ ഡിറ്റോ ഇവിടെയും നമ്മൾ എന്താ വരം ചോദിക്കുമ്പോ പ്രോപ്പർ ആയിട്ട് പറയണ്ടേ. എന്തെങ്കിലും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കോ എന്തെങ്കിലും പറഞ്ഞു മൊത്തം തീർന്നു അല്ലെ. സോ അതേപോലെ ഇവിടെ ഒരു പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ എന്താ, നമ്മൾ കറക്റ്റ് ആയിട്ട് പ്രിസൈസ് ആയിട്ട് കൊടുക്കണം. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചുമ്മാ ഒരു പ്രോംപ്റ്റിന്റെ ഒരു കേസ് ഞാൻ പറയാണ്. ഞാൻ ഇവിടെ പറയാണ് കാൽക്കുലേറ്റ് നൗഫിയാസ് ഇൻകം ടാക്സ് എന്ന് പറയാണ്. കാൽക്കുലേറ്റ് നൗഫിയാസ് ഇൻകം ടാക്സ് ചുമ്മാ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പൊ ChatGPT എന്താ റിസൾട്ട് തരാൻ നോക്കോട്ടോ. കണ്ടോ, I can calculate Naufia's income tax, but I need a few details. എന്ത് ഡീറ്റെയിൽസ് ആ വേണ്ടത്, ഏത് വർഷമാണ്, എത്ര വയസ്സുണ്ട്, എത്ര ആനുവൽ ഇൻകം ഉണ്ട്, ഇൻകമിന്റെ ബ്രേക്കപ്പ് എത്രയാ, അങ്ങനെ ചോദിക്കും കുറെ. അതായത് ഈ ഗവൺമെന്റ് ഓഫീസിലൊക്കെ ഗവൺമെന്റ് ഒഫീഷ്യൽസ് കുറെ പേപ്പേഴ്സ് ഒക്കെ ചോദിക്കില്ലേ, അതേപോലെ ഇങ്ങേരും ചോദിക്കും. അപ്പൊ എന്താ ചെയ്യണ്ടേ, ChatGPT ഇങ്ങനെ കൊടുത്തിട്ട് കാര്യമുണ്ടോ പ്രോംപ്റ്റ്? ഇല്ല. എന്ത് ചെയ്യണം, പ്രോംപ്റ്റ് കൊടുക്കുമ്പോ ഡീറ്റെയിൽസ് കൊടുക്കുക. എന്ന് വെച്ചാൽ എത്ര ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആ പ്രോംപ്റ്റിൽ കൊടുക്കാൻ പറ്റുമോ, അതൊരു പാസേജ് ആയിക്കോട്ടെ ഒരു പാരഗ്രാഫ് ആയിക്കോട്ടെ, വിഷയമില്ല. എത്ര ഡീറ്റെയിൽസ് അതിനകത്ത് ആഡ് ഓൺ ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലത്. അപ്പൊ ഞാനിവിടെ എന്ത് കൊടുക്കും, ഇവിടെ ഞാൻ ചുമ്മാ കാൽക്കുലേറ്റ് നൗഫിയാസ് ഇൻകം ടാക്സ് കൊടുക്കുന്നതിന് പകരം നൗഫിയയുടെ ഇൻകം എത്രയാണ്, ആളുടെ ഇയർ എത്രയാണ്, ഫിനാൻഷ്യൽ ഇയർ ഏതാണ്, എത്ര ആനുവൽ ഇൻകം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഒരു ലിസ്റ്റ് കൊടുത്താൽ ChatGPT എന്ത് ചെയ്ത് തരും, കാൽക്കുലേറ്റ് ചെയ്ത് തരും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത്. ഇപ്പൊ ഞാനിവിടെ പറയാണ് എന്താണ്, ഹെർ ഇൻകം ടാക്സ് ഇസ് ₹80, സോറി ഇൻകം ടാക്സ് അല്ല, ഹെർ ഇൻകം ഇസ് ₹80,000 വിച്ച് ഇസ് ഫുൾ ഓഫ് സാലറി. അത് സാലറി തന്നെയാണ്. ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 2025-26 ആണ്. ഇത്രയും ഡീറ്റെയിൽസ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം. എന്നിട്ട് നോക്കിയേ, ഇപ്പൊ ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പൊ നോക്കിയേ, ഇൻകം ടാക്സ് കാൽക്കുലേഷൻ ഓട്ടോമാറ്റിക്കലി ചെയ്തു തരും. കണ്ടോ, ഇൻകം ടാക്സ് കാൽക്കുലേഷൻ ഓട്ടോമാറ്റിക്കലി ചെയ്തു തരും. സോ എന്ത് മനസ്സിലായത് കൊണ്ട്, നിങ്ങളൊരു പ്രോംപ്റ്റ് കൊടുക്കുന്നതിന് കാര്യമില്ല, ആ പ്രോംപ്റ്റ് എത്ര ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നോ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ആൻസേഴ്സ് വരും. ഈ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ എപ്പോഴും വെക്കണം. കാരണം എക്സൽ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴാണേലും എക്സലിനകത്ത് എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടെന്ന് ChatGPTക്ക് അറിയത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ChatGPT-നോട് ഡീറ്റെയിൽസ് പറഞ്ഞു. കാരണം എന്താ, ChatGPT നിങ്ങളുടെ ഫ്രണ്ട് വല്ലതും ആണോ? അല്ല. ChatGPT എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങളുടെ ഒരു ഹെൽപ്പർ ആണ്. അപ്പൊ നിങ്ങൾ ഈ ChatGPT എന്ന് പറഞ്ഞ ആള് നിങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവണം എന്നൊന്നുമില്ല. ഓക്കെ, ഇപ്പൊ നൗഫി ഇങ്ങനത്തെ ഒരാളാണ്, പുണ്ണി ഇങ്ങനത്തെ ഒരാളാണെന്നൊന്നും ChatGPT ആദ്യം തന്നെ ഒന്നും മനസ്സിലാവത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ChatGPT-ലോട്ട് ഓരോ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കണം. കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ChatGPT അതനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ നമ്മൾ നോർമൽ എക്സലിനകത്ത് ഒരു ഫോർമുല ഇടുന്നതും ChatGPT-യിൽ ഒരു ഫോർമുല ഇടുന്നതും നമ്മൾ വ്യത്യാസമുണ്ട്. എന്താണെന്നറിയോ, ഒരു നോർമൽ എക്സലിനകത്ത് ഫോർമുല ഇടുമ്പോൾ നമ്മൾ ഒരുപാട് ആലോചിച്ചും കാര്യങ്ങളൊക്കെ ചെയ്യണം. ChatGPT-നോട് ഫോർമുല ചോദിച്ചിട്ട് നമ്മൾ ഇടുകയാണെങ്കിലോ അപ്പൊ നമുക്ക് വേഗം തന്നെ ആൻസർ ചെയ്യാം. അപ്പൊ 1 മണിക്കൂർ കൊണ്ട് ചെയ്യേണ്ട ടാസ്ക് ചിലപ്പോൾ ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യാം, ആ ടാസ്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. സോ നിങ്ങൾ എന്ത് ചെയ്യണം, AI-യുമായിട്ട് നിങ്ങളും അപ്ഡേറ്റ് ആവുക. അതാണ് ഞാൻ ഈ ഒരു കൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ച പോയിന്റ്. അപ്പൊ നിങ്ങൾ ChatGPT എത്രത്തോളം നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നോ അത്രയും അപ്ഡേറ്റഡ് ആയിരിക്കും എന്ത്, നിങ്ങളുടെ സ്കിൽസ്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങളുടെ എംപ്ലോയബിലിറ്റി എന്തായിരിക്കും, വളരെ ഹൈ ആയിരിക്കും.
ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ അല്ലേ? എങ്ങനെയാണ് ഏത് എന്ത് പറ്റി തംസ് ഡൗൺ ഇട്ടിരിക്കണം? ഓക്കെ അല്ലാന്നാണോ? എന്ത് പറ്റി? ഓക്കെ ആണോ? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട് സർ. ഓക്കെ, അപ്പൊ ഇത്രയും നേരം ഞാൻ കഥ പറഞ്ഞേക്ക് വോയിസ് ബ്രേക്ക് ആയിട്ടാ? എവിടം തൊട്ടാ നിങ്ങൾ നിങ്ങൾ ആദ്യമേ പറയേണ്ട വോയിസ് ബ്രേക്ക് ആവും? ലാസ്റ്റ് മിനിറ്റ് ആണോ പറയുന്നത്? ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ചാറ്റ് ജിപിടിയിൽ കൊടുക്കുന്ന പ്രോംപ്റ്റ് എത്ര ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാൻ പറ്റുമോ അത്രയും നല്ല രീതിയിൽ ചാറ്റ് ജിപിടി നിങ്ങൾക്ക് റിസൾട്ട് തരും. ഓക്കെ, അപ്പൊ നിങ്ങൾ എക്സലിനകത്ത് അപ്ലൈ ചെയ്യേണ്ടത് അത് തന്നെയാ. നിങ്ങൾ എന്ത് ചെയ്യണം? എക്സലിന്റെ ഡീറ്റെയിൽസ് ചാറ്റ് ജിപിടി ചോദിക്കുമ്പോൾ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യണം? പ്രോംപ്റ്റ് കൊടുക്കണം. ഞാൻ ചെയ്ത് കാണിക്കാം. ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഐഡിയ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ കുറച്ച് കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്യാം. അതെങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. ഇനി അതിന് വേറൊരു കാര്യം കൂടെ, നമുക്ക് എങ്ങനെ നമുക്ക് ഈ AI ഉണ്ടല്ലോ, ഈ AI എന്ന് പറഞ്ഞ സാധനം നമുക്ക് എക്സലിനകത്ത് എന്ത് ചെയ്യാം? കൊണ്ടുവരാം. നമുക്ക് ഇവിടെ ഒരുപാട് ടൂൾസ് ഇല്ലേ? ഇവിടെ സോർട്ട് ആൻഡ് ഫിൽട്ടർ, ഫൈൻഡ് ആൻഡ് സെലക്ട് ഉള്ള ഒരുപാട് ടൂൾസ് ഉണ്ടല്ലോ. അതേപോലെ നമുക്ക് ചാറ്റ് ജിപിടി അല്ലെങ്കിൽ AI നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലൊരു ടൂൾ ആയിട്ട് കൊണ്ടുവരാം. എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? അത് നിങ്ങൾ ആ പാത്ത് നോട്ട് ചെയ്തെടുക്കണേ. എങ്ങനെ നിങ്ങൾക്ക് AI നിങ്ങളുടെ എക്സലിനകത്ത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള പാത്ത് നോട്ട് ചെയ്യുക. നമുക്ക് ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ല, ബട്ട് ജസ്റ്റ് പ്രാക്ടിക്കലി ഒന്ന് പറഞ്ഞു പോവാം. ഓക്കെ, അപ്പൊ എങ്ങനെ നമുക്ക് AI എക്സലിന്റെ അകത്തോട്ട് കൊണ്ടുവരാം? ഹൗ ടു ബ്രിങ് AI ഇൻ ടു എക്സൽ. എക്സലിനകത്ത് എങ്ങനെ AI കൊണ്ടുവരാം? അതിനുവേണ്ടി ചെയ്ത് ഇത്രയേ ഉള്ളൂ. ആദ്യം നിങ്ങൾ ഡെവലപ്പർ ടാബ് എടുക്കുക. ക്ലിക്ക് ഓൺ ഡെവലപ്പർ ടാബ്. ഡെവലപ്പർ ടാബ് എടുക്കുക. ഡെവലപ്പർ ടാബ് എടുത്തതിന് ശേഷം ഇവിടെ ആഡിൻസ് എന്നൊരു ഓപ്ഷൻ കാണാം. കണ്ടോ എല്ലാവരും? ആഡിൻസ്. ആഡിൻസ് ഉദ്ദേശിക്കുന്ന അഡീഷൻസ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ നമുക്ക് ചാറ്റ് ജിപിടി, ക്ലോഡ് അങ്ങനത്തെ AIs എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ ആഡ് ചെയ്യാം. ആഡ് ചെയ്യാൻ ദ സെൻസ് ഇതുപോലെ നമുക്ക് റൈറ്റ് സൈഡിൽ എന്ത് കാണാം? ചാറ്റ് ജിപിടി, ക്ലോഡ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ടൂൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എന്താ അങ്ങനെ ചെയ്യുമ്പോൾ ഗുണം എന്താ? നമുക്ക് ഡേറ്റാസ് ഇവിടെ തന്നെ ഉണ്ട്. ഡേറ്റാസ് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ചാറ്റ് ജിപിടിനോട് റൈറ്റ് സൈഡിൽ ചോദിച്ചാൽ മതി. ചാറ്റ് ജിപിടി നമുക്ക് റൈറ്റ് സൈഡിൽ കാണാം. റൈറ്റ് സൈഡിനകത്ത് എന്ത് ചെയ്യുക? ചാറ്റ് ജിപിടിനെ കുറിച്ച് ചോദിച്ചാൽ മതി. പക്ഷെ നമുക്ക് ഇതിനകത്ത് ഇപ്പൊ ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണ്? കാരണം നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം പഴയ വേർഷനാണ്. ഇപ്പൊ എന്റെ വേർഷൻ 2019. അപ്പൊ ലേറ്റസ്റ്റ് വേർഷനിലെ 2024, 25 വേർഷനൊക്കെ അവർക്ക് ഇത് യൂസ് ചെയ്യാം. ഓക്കെ, ലേറ്റസ്റ്റ് വേർഷൻ ആയിട്ടുള്ള 2024, 25 MS ഓഫീസിന്റെ വേർഷൻ എങ്കിൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ചില ആൾക്കാർക്ക് പേഴ്സണൽ ആപ്പ് ആയിരിക്കും. പേഴ്സണൽ ആപ്പിൽ ചിലവർക്ക് 24, 25 ഉണ്ടാവും. ലേറ്റസ്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്താണെങ്കിൽ 24, 25 ഇതായിരിക്കും ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചാറ്റ് ജിപിടി ഒക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പക്ഷെ നമ്മളിപ്പോ തൽക്കാലം എന്ത് ചെയ്യാൻ പോവാണ്? ചാറ്റ് ജിപിടി നമ്മളൊരു ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് വെക്കാൻ പോകുന്നത്. ഞാൻ നേരത്തെ ചാറ്റ് ജിപിടി ഓപ്പൺ ചെയ്തില്ലേ? അതേപോലെ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഇപ്പൊ ആദ്യം ചെയ്ത് കാണിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ആണ് നോക്കിയേ. ഇവിടെ നമുക്ക് ഒരു എക്സൽ ഷീറ്റ് തന്നിട്ടുണ്ട്. ഡേ, മന്ത്, കൺട്രി, ഇത് 3 തന്നിട്ടുണ്ട്. ഡേ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ മൺഡേ കൊടുത്തു. നമുക്കിനി ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ഒക്കെ വരണം. എന്ത് ചെയ്താൽ മതി? ഓട്ടോഫിൽ ചെയ്യാം അല്ലെ? എല്ലാവർക്കും അറിയാലോ ഓട്ടോഫിൽ എന്താന്നുള്ളത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇപ്പൊ മൺഡേ എന്നുള്ളതാണെങ്കിൽ താഴെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ എന്ന് പറഞ്ഞ് കിട്ടും. മന്തും അതുപോലെ കിട്ടും അല്ലെ? ഇപ്പൊ ജനുവരി ആണെങ്കിൽ ഫെബ്രുവരി, മാർച്ച്, മെയ് എന്ന് പറഞ്ഞിട്ട് ബാക്കി എല്ലാ മന്തും ഇതുപോലെ കിട്ടും. പക്ഷേ കൺട്രി നമുക്ക് അങ്ങനെ കിട്ടോ? ഇപ്പൊ എക്സാമ്പിൾ ഞാനിവിടെ ഇന്ത്യ കൊടുത്തു. അടുത്തതിന് ചൈന, പിന്നെ പാകിസ്ഥാൻ, UK അങ്ങനെ കിട്ടോ എനിക്ക്? ഇപ്പൊ ഞാൻ ഇന്ത്യ എന്ന് പറഞ്ഞ ഡ്രാഗ് ചെയ്തപ്പോ കണ്ടോ? എനിക്ക് ഇന്ത്യ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതുപോലെ വരണം. ഞാൻ ഇപ്പൊ കാണിച്ചേ ചൈന, USA, UK, ഓസ്ട്രേലിയ ഇതുപോലെ ഓട്ടോമാറ്റിക്കലി വരണം. നിങ്ങൾക്കാണ് വരത്തില്ല. കാരണം എന്താ? നിങ്ങൾ കൊടുത്തതിനകത്ത് അങ്ങനെ വരണം എന്നില്ല. അപ്പൊ ഇതുപോലെ വരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അതാണ് ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ താഴെ കാണാം, യു ക്യാൻ സീ ഹിയർ ഇൻ കൺട്രി while it's drag it's coming to the same country that I should. എന്ന് വെച്ചാൽ ഞാനിപ്പോ ഇന്ത്യ അടിച്ചു കൊടുത്താൽ താഴെ ഡ്രാഗ് ചെയ്യുമ്പോൾ എന്തെന്നെ വരുന്നത്? ഇന്ത്യ മാത്രം വരുന്നുള്ളൂ. വേറെ ഒരു കൺട്രി എന്ത് ചെയ്യുന്നില്ല? വരുന്നില്ല. അപ്പൊ അതിന് നമ്മൾ വേറെ കൺട്രി ആയിട്ട് നമ്മൾ ചെയ്യണം. അപ്പൊ നമ്മൾ ചാറ്റ് ജിപിടിനോട് ചോദിക്കാൻ പോവാം. അപ്പൊ നോക്കിയേ,
ഹൗ ഡു ഐ ക്രിയേറ്റ് എ കസ്റ്റം ലിസ്റ്റ് ഇൻ എക്സൽ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഒരു കസ്റ്റം ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. കാരണം ഇത് ലിസ്റ്റ് ആണല്ലോ. ഇന്ത്യ കഴിഞ്ഞ് ചൈന, ചൈന കഴിഞ്ഞ് പാകിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞ ലിസ്റ്റ് ആണല്ലോ. ഈ ലിസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? അതാണ് ഹൗ ഡു ഐ ക്രിയേറ്റ് എ കസ്റ്റം ലിസ്റ്റ് ഇൻ എക്സൽ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെ നമുക്ക് എക്സലിനകത്ത് കസ്റ്റം ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ഇത് അങ്ങോട്ട് കോപ്പി ചെയ്യാം. ഈ പ്രോംപ്റ്റ് അതുപോലെ കോപ്പി ചെയ്യാം. പ്രോംപ്റ്റ് കോപ്പി ചെയ്തിട്ട് ChatGPT-നോട് ചോദിക്കാം. ഇതിലെ ഹൗ ഡു ഐ ക്രിയേറ്റ് എ കസ്റ്റം ലിസ്റ്റ് ഇൻ എക്സൽ എന്നിട്ട് സെൻഡ് ചെയ്യാം. സെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള മെത്തേഡ് അവർ പറഞ്ഞത്. എന്താ? ആദ്യം എക്സൽ ഓപ്പൺ ചെയ്യാം. എക്സൽ ഓപ്പൺ ചെയ്തതിനു ശേഷം ഫയലിൽ ഓപ്ഷൻസ് എടുക്കാം. എക്സൽ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് എന്താ പറഞ്ഞ? ഫയൽ എടുക്കാം. ഫയലിനകത്ത് ഓപ്ഷൻസ് എടുക്കാം. ഓപ്ഷൻസ് എന്നിട്ട് എന്താ പറയുന്നവര്? എന്നിട്ട് സെലക്ട് അഡ്വാൻസ്ഡ്. അഡ്വാൻസ് സെലക്ട് ചെയ്യാം. ഇതാണ് അഡ്വാൻസ്. കണ്ടോ എല്ലാവരും? അഡ്വാൻസ് സെലക്ട് ചെയ്യാം. എന്നിട്ട് സ്ക്രോൾ ഡൗൺ ആൻഡ് ക്ലിക്ക് എഡിറ്റ് കസ്റ്റം ലിസ്റ്റ്. ജനറൽ സെക്ഷൻ എന്നും പറയുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? സ്ക്രോൾ ചെയ്യാം. സ്ക്രോൾ ചെയ്ത് ജനറൽ എന്ന് പറഞ്ഞ സെക്ഷനകത്ത് പോവാം. ഓക്കെ, ജനറൽ സെക്ഷനകത്ത് നിങ്ങൾക്ക് എന്ത് കാണാം? എഡിറ്റ് കസ്റ്റം ലിസ്റ്റ് എന്നാണ് കാണാം. കണ്ടില്ലേ? അത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യാ? നമുക്ക് ഓരോ ലിസ്റ്റ് നമുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. എന്താ? ഫസ്റ്റ് ഇന്ത്യ, പിന്നെ എന്തായിരുന്നു? പിന്നെ ചൈന, പിന്നെ പാകിസ്ഥാൻ, പിന്നെ USA, പിന്നെ UK, അങ്ങനെ ഓരോ കൺട്രീസ് ഇങ്ങനെ ആഡ് ചെയ്ത് പോവാം. എന്നിട്ട് ആഡ് കൊടുക്കാം. എന്നിട്ട് ഇവിടെ എന്താണ്? ആഡ് എന്നാണ് ആഡ് കൊടുക്കുക. അപ്പൊ കണ്ടോ? ലെഫ്റ്റ് സൈഡിൽ കസ്റ്റം ലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ കൊടുക്കുക. ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഇത് ക്ലോസ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ കൺട്രിയുടെ അവിടെ ഇന്ത്യ എന്ന് കൊടുക്കും. ഇനി ഞാൻ ഡ്രാഗ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? അടുത്ത ചൈന ആയിരിക്കും, പിന്നെ പാകിസ്ഥാൻ, പിന്നെ USA, പിന്നെ UK. കണ്ടില്ലേ? ഇങ്ങനെ എനിക്ക് ഡ്രാഗ് ചെയ്ത് കിട്ടണം. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? കസ്റ്റം ലിസ്റ്റ് എന്ന് വിളിക്കുന്നത്. പക്ഷെ നിങ്ങൾ എക്സലിനകത്ത് കസ്റ്റം ലിസ്റ്റ് പഠിച്ചോ? ഇല്ല. അപ്പൊ നിങ്ങൾക്ക് പല കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം എന്നില്ല. ഈ കസ്റ്റംസ് അത്ര ഇമ്പോർട്ടന്റ് ആണോ? അല്ല. ബേസിക്കലി അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമല്ല. പക്ഷെ ചിലപ്പോ നമ്മുടെ വർക്കിംഗ് കണ്ടീഷൻ അനുസരിച്ച് ചിലപ്പോൾ എന്തായിരിക്കും? ആവശ്യമുള്ളതായിരിക്കും. ഇപ്പൊ നൗഫിയക്ക് ചിലപ്പോൾ ഇത് ആവശ്യമായിരിക്കും, പുണ്യന് ചിലപ്പോൾ ഇത് ആവശ്യം ഉണ്ടാവില്ല. അപ്പൊ ഓരോരുത്തരും റിക്വയർമെന്റ്സ് അനുസരിച്ച് ചിലപ്പോൾ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ വേറെ വേറെ ആയിരിക്കും അല്ലെ? അപ്പൊ എന്ത് ചെയ്താൽ മതി? ChatGPT-നോട് ചോദിച്ചാൽ മതി. നിങ്ങൾ അത് പഠിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. എന്ത് ചെയ്യാ? ChatGPT-നോട് ചോദിക്കാം. അപ്പൊ ChatGPT നിങ്ങൾക്ക് എന്ത് ചെയ്തു തരും? പ്രൊവൈഡ് ചെയ്ത് തരും. പക്ഷെ ശ്രദ്ധിക്കുക, ChatGPT നിങ്ങളുടെ ഫ്രണ്ടോ അളിയനോ ഒന്നുമല്ല. നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം? പ്രോംപ്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കുക. കാരണം ChatGPT-ക്ക് നിങ്ങൾ അറിയത്തില്ല. നിങ്ങൾ വേണം ChatGPT-ക്ക് കുറെ ഡീറ്റെയിൽസ് അങ്ങോട്ട് കൊടുക്കാൻ. എന്നാൽ മാത്രമേ ChatGPT എന്ത് ചെയ്ത് തരുള്ളൂ? അതനുസരിച്ചുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് തരുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? എങ്ങനെയാണ് ഇപ്പൊ ആദ്യം ചെയ്ത് കാണിച്ചെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, പേടിക്കണ്ട. അപ്പൊ നിങ്ങൾ ആയിരിക്കും സാർ നമുക്ക് ഈ ക്വസ്റ്റിനകത്ത് പ്രോംപ്റ്റ് ഒക്കെ തന്നു, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഷെയർ ചെയ്യും പ്രോംപ്റ്റ് ഒക്കെ തന്നിട്ടായിരിക്കും ഷെയർ ചെയ്യുക. ഇല്ല, ഞാൻ ഈ പ്രോംപ്റ്റ് ഒന്നും തരത്തില്ല. നിങ്ങൾ തന്നെ പ്രോംപ്റ്റ് ഡെവലപ്പ് ചെയ്യാം. അങ്ങനെ നിങ്ങൾ പ്രോംപ്റ്റ് ഡെവലപ്മെന്റ് സ്കില്ല് എൻഹാൻസ് ആവും. സോ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താഴെ എന്ത് കാണത്തില്ല? പ്രോംപ്റ്റ് കാണത്തില്ല. ഓക്കെ, താഴെ നിങ്ങൾക്ക് അവിടെ പ്രോംപ്റ്റ് ആണാലോ, ആ പ്രോംപ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല കേട്ടോ. നിങ്ങൾക്ക് അല്ലാണ്ടായിരിക്കും ക്വസ്റ്റ്യൻ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അടുത്തതാണ് ഇൻഡെക്സ് ആൻഡ് മാച്ച്. എല്ലാവർക്കും ഇൻഡെക്സ് ആൻഡ് മാച്ച് ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും ഇപ്പോഴും ആ സിൻടാക്സ് ഒക്കെ ഇപ്പോഴും ഓർമ്മയുണ്ടോ? ഇൻഡെക്സ് മാച്ച് ഒരുമിച്ച് യൂസ് ചെയ്യുന്നത് ഇല്ലായിരിക്കും അല്ലെ? എനിക്കും പൊതുവെ ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ് ഇൻഡെക്സ് ആൻഡ് മാച്ച്. പക്ഷെ ശരിക്കും ആള് ഭയങ്കര കില്ലാടിയാണ്. പക്ഷെ എനിക്ക് ഇഷ്ടമല്ല. കാരണം എന്താണ്? വലിയൊരു സിൻടാക്സ് ആണ് അല്ലെ? നമ്മൾ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്ത് ഏതൊക്കെ ലോക്ക് ചെയ്യണം, ഏതൊക്കെ ലോക്ക് ചെയ്യണ്ട എന്നുപോലും നമുക്ക് അറിയാത്തൊരവസ്ഥയാണ് അല്ലെ? നമ്മൾ ചില നേരത്ത് പെട്ടുപോകുന്ന അവസ്ഥയാണ്. അപ്പൊ എന്ത് ചെയ്യാ? നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോ നമുക്ക് അറിയില്ല ഇൻഡെക്സ് ആൻഡ് മാച്ചിന്റെ സിൻടാക്സ് എന്താണെന്ന്. അപ്പൊ നമുക്ക് അത് എങ്ങനെ യൂസ് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കാണാം, given is a date of company having branches in different countries and sales revenue in 5 quarters. അപ്പൊ എന്താ തന്നിട്ടുള്ള? ഒരു സെയിൽസ് ഡേറ്റ തന്നിട്ടുണ്ട്. ഓരോ കൺട്രിയുടെയും ഓരോ 5 ക്വാർട്ടേഴ്സിന്റെ സെയിൽസ് ഡേറ്റ തന്നിട്ടുണ്ട്. താഴെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിക്കുന്നുണ്ട് ക്വസ്റ്റ്യൻ. എന്താ? എനിക്കൊരു എക്സൽ ഷീറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ChatGPT ഞാൻ പറഞ്ഞില്ലേ പ്രോംപ്റ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കണമെന്ന്. ഈ പറഞ്ഞ പോലെ കഥയായിട്ടാണ് ഈ പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ആ കഥ ഒന്ന് വായിക്കാം. എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ള പ്രോംപ്റ്റ് എന്ന്? ഇവിടെ കൊടുത്ത പ്രോംപ്റ്റ് നോക്കിയേ. ഐ ഹാവ് ആൻ എക്സൽ ഷീറ്റ്. എനിക്കൊരു എക്സൽ ഷീറ്റ് ഉണ്ട് വിത്ത് സിറ്റി ആൻഡ് ദെയർ സെയിൽസ് റവന്യൂ ഇൻ 5 ക്വാർട്ടേഴ്സ്. എന്ന് വെച്ചാൽ എന്താ? എനിക്കൊരു എക്സൽ ഷീറ്റിനകത്ത് സിറ്റീസും
സെയിൽസ് റവന്യൂ 5 ക്വാർട്ടേഴ്സിലായിട്ടുണ്ട്. ആൻഡ് ഇഫ് ഐ വോണ്ട് ടു ചെക്ക് എനി സ്പെസിഫൈഡ് സിറ്റി സെയിൽസ് റവന്യൂ എന്ന് വെച്ചാൽ എനിക്ക് ഇന്ന സിറ്റിയുടെ ഇന്ന ക്വാർട്ടറിന്റെ റവന്യൂ കാണണം എന്നുണ്ടെങ്കിൽ എന്താണ് എക്സൽ ഫോർമുല? ഓക്കെ, ഇന്ന സിറ്റിയുടെ ഇന്ന ക്വാർട്ടറിന്റെ കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് എക്സൽ ഫോർമുല? നമുക്ക് അതെല്ലാം ആവശ്യം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് അൽബേനിയയുടെയാണ് കണ്ടുപിടിക്കേണ്ടത്. എനിക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? അൽബേനിയ വേണ്ട, എനിക്ക് പറയുന്ന ഡെൻമാർക്കിന്റെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഡെൻമാർക്കിന്റെ ക്വാർട്ടർ 3 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡെൻമാർക്കിന്റെ ക്വാർട്ടർ 3. എനിക്ക് ഇതിന്റെയാണ് എനിക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്? റവന്യൂ കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കും? ഇൻഡെക്സ് ആൻഡ് മാച്ച് യൂസ് ചെയ്ത് അല്ലെ. പക്ഷെ ഇൻഡെക്സ് ആൻഡ് മാച്ച് എനിക്ക് അറിയത്തില്ല. പുണ്യ ആദ്യമായിട്ടാണ് പഠിക്കുന്നത് ഇൻഡെക്സ് ആൻഡ് മാച്ച്. ഇതുവരെ പുണ്യ പഠിച്ചിട്ടില്ല എന്ന് വെക്കാം. പുണ്യ എന്ത് ചെയ്യും? ഇങ്ങനെ അന്തം വിട്ടുവെക്കോ? ഇല്ല. എന്ത് ചെയ്യും പുണ്യ? നേരെ ചാറ്റ് ജിപിടിനോട് ചോദിക്കും അല്ലെ. അപ്പൊ ഇത് എന്ത് ചെയ്യാ? ചാറ്റ് ജിപിടിനോട് ചോദിക്കാം. ഓക്കെ, അപ്പൊ നേരെ എന്ത് ചെയ്യുന്നു? ചാറ്റ് ജിപിടി എടുക്കാം. ചാറ്റ് ജിപിടി എടുത്തതിന് ശേഷം ഞാൻ ഈ ചോദിച്ച ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ചോദിച്ച ക്വസ്റ്റ്യൻ അതുപോലെ ചാറ്റ് ജിപിടിക്ക് കൊടുക്കുക, എന്നിട്ട് സെൻഡ് ചെയ്യാം. അപ്പൊ സെൻഡ് ചെയ്യുമ്പോൾ ചാറ്റ് ജിപിടി പുള്ളിക്കാരൻ എന്ത് ചെയ്യും? ചാറ്റ് ജിപിടിയുടെ ആയിട്ടുള്ള ഒരു ഡേറ്റ ആളെടുക്കും. കണ്ടില്ലേ? ഇതുപോലെ ചാറ്റ് ജിപിടിയുടെ ആയിട്ടുള്ള ഒരു ഡേറ്റ എന്ത് ചെയ്യും? ചാറ്റ് ജിപിടി എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? താഴെ നമുക്കൊരു ഫോർമുല തരും. കണ്ടില്ലേ ഈ ഒരു ഫോർമുല? ഈ ഫോർമുല നൈസ് ആയിട്ട് കോപ്പി ചെയ്യാം. എങ്ങനെ കോപ്പി ചെയ്യാൻ പറ്റും? ഇവിടെ നിങ്ങൾക്ക് ഒരു ചിഹ്നം കാണാം, കോപ്പി എന്ന് പറഞ്ഞത്. കണ്ടില്ലേ റൈറ്റ് സൈഡില്? ഈ കോപ്പി എന്നുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ജസ്റ്റ് എന്ത് ചെയ്യാം? ഈ കോപ്പി എന്നുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നേരെ ചാറ്റ് ജിപിടിയിലോട്ട് വരുന്നു. എന്നിട്ട് അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ പേസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എറർ വരും. കാരണം എന്താ? നമ്മൾ ഡേറ്റ ഒന്നും കൊടുത്തിട്ടില്ല. എത്ര വരെ ഡേറ്റാസ് ഉണ്ടെന്നൊന്നും ചാറ്റ് ജിപിടിക്ക് അറിയത്തില്ല. അപ്പൊ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? പ്രോംപ്റ്റ് ഫുൾ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടില്ല. നമുക്ക് എക്സൽ ഫോർമുലയാണ് വേണ്ടത്. ചാറ്റ് ജിപിടി എക്സൽ ഫോർമുല ഡെവലപ്പ് ചെയ്ത് തന്നു. പക്ഷെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? എത്ര കൺട്രീസ് ഉണ്ടെന്നൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തില്ല. അതുപോലെ ഏത് കൺട്രിയുടെയാണ് അല്ലെങ്കിൽ ഏത് ക്വാർട്ടർ ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ചാറ്റ് ജിപിടി എന്ത് ചെയ്തു? ഇവിടെ അസ്യൂം ചെയ്യാണ്. എന്താ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയേ, ഇവിടെ സിറ്റി എന്ന് പറയുന്നത് H2 ആണ്, ക്വാർട്ടർ നെയിം H3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏത് സിറ്റിയാണ് ഏത് ക്വാർട്ടർ ആണെന്നൊന്നും ചാറ്റ് ജിപിടി അസ്യൂം ചെയ്തിട്ടുള്ള ഒരു ക്വാർട്ടറും സിറ്റിയാണ് പറഞ്ഞത്. അപ്പൊ നോക്കിയേ, കൊച്ചി, ചെന്നൈ, ബംഗളൂരു ഇതൊക്കെയാണ് നമ്മുടെ ചാറ്റ് ജിപിടി നമ്മുടെ എക്സലിനകത്തുള്ള സിറ്റീസ് അല്ല. എക്സലിനകത്ത് ഈ സിറ്റീസ് ഒന്നും ആയിരുന്നില്ല, വേറെ സിറ്റീസ് ആയിരുന്നു അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ ചെറുതായിട്ട് മാറ്റി കൊടുക്കണം. എന്ത് മാറ്റി കൊടുക്കണം? നമ്മൾ ആദ്യം ഇൻഡെക്സ് ആൻഡ് മാച്ച്, നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യം അറിയാലോ. എന്താ ഇൻഡെക്സ് ആൻഡ് മാച്ച് ചെയ്യേണ്ടത്? ഫസ്റ്റ് നമുക്ക് അറേ കൊടുക്കണം. അറേ എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ് അറേ അല്ലെ. മൊത്തം ടേബിള് സെലക്ട് ചെയ്ത് കൊടുക്കുക അല്ലെ. മൊത്തം ടേബിള് സെലക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് എന്താ? ബാച്ച് ഫംഗ്ഷനിൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡെൻമാർക്കിന്റെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ അവിടെ എന്ത് ചെയ്യുന്നു? ഡെൻമാർക്ക് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഡെൻമാർക്ക്. പിന്നെന്താ? ഡെൻമാർക്ക് നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഡെൻമാർക്ക് എന്ന് പറയുന്നത് ഈ ഒരു റോയിൽ നിന്ന് കിട്ടും. സോ അതവിടെ സെലക്ട് ചെയ്ത് ഈ ഒരു കോളത്തിൽ നിന്ന് കിട്ടും. ആ കോളം സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ എക്സാക്ട് മാച്ച് ആണ്, അതുകൊണ്ട് 0. പിന്നെ അടുത്ത മാച്ച് എന്താണ്? ക്വാർട്ടർ 3 അല്ലേ. അപ്പൊ നമുക്കിവിടെ കൊടുക്കാം ക്വാർട്ടർ 3. പിന്നെന്താണ്? ഇവിടെ നമുക്കറിയാം ക്വാർട്ടർ 3 എന്ന് പറയുന്നത് നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഇവിടെ നിന്ന് കിട്ടും. ഇതങ്ങോട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ മാച്ച് ടൈപ്പ് 0 കൊടുക്കുക. എന്നിട്ട് എൻ്റർ അടിക്കുക. കണ്ടില്ലേ? 5,66,390. നോക്കിയാലോ? യെസ്, കണ്ടില്ലേ? ഡെൻമാർക്കിന്റെ മൂന്നാമത്തെ ക്വാർട്ടറിന് എത്രയാ? 5,66,392. അപ്പൊ ഇങ്ങനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അത്രയും ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാത്തതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? മാനുവലി അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണമെന്നു? ചെറുതായിട്ട് എൻകോപ്റ്റ് വന്നു. പക്ഷെ ശ്രദ്ധിക്കുക, നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പ്രോംപ്റ്റ് കൊടുത്താൽ അതനുസരിച്ച് എന്ത് ചെയ്യും? ചാറ്റ് ജിപിടി നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്ത് തരും. ഓക്കെ, ക്ലിയർ ആണ് എല്ലാവർക്കും? എങ്ങനെയാണ് ചെയ്തതെന്ന് മനസ്സിലായില്ലേ? ഓക്കെ ആണെങ്കിൽ തംസപ്പെടാവോ? ഓക്കെ. അടുത്തതാണ് പേഴ്സണൽ ഡിഫറൻസ് ആണ്. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോംപ്റ്റ് നോക്കാം. ഓക്കെ, എങ്ങനെ നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പ്രോംപ്റ്റ് കൊടുക്കാം? അപ്പൊ ഇവിടെ തന്നിട്ടുണ്ട് 5 വർഷത്തെ റവന്യൂ ഡേറ്റ തന്നിട്ടുണ്ട്. നമുക്കിവിടെ പേഴ്സണൽ ഡിഫറൻസ് കഴിഞ്ഞ 2 വർഷത്തെ പേഴ്സണൽ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിനൊരു പ്രോംപ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്. എന്താ കൊടുത്തിട്ടുള്ളത്? ഹൗ ക്യാൻ ഐ കാൽക്കുലേറ്റ് ദ പെർസെന്റേജ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ റവന്യൂസ് ഫോർ ദ ഇയർ 2023-24?
ഈ 2 വർഷത്തിന്റെ പേഴ്സണൽ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കും? വേർ the revenue for 2023 is in the cell F6 and revenue for 2024 is in the cell G6. ശ്രദ്ധിച്ചേ, ഈ പോയിന്റ് ശ്രദ്ധിച്ചേ. റവന്യൂ ഫോർ 2023 എന്ന് പറഞ്ഞാൽ ഏത് സെല്ലാ? F6 എന്ന് പറഞ്ഞ സെല്ലാണ്. പിന്നെ 2024 ഏത് സെല്ലാ? G6 ആണ്. കുറച്ചും കൂടെ ഡീറ്റെയിൽ അല്ലേ? മറ്റേത് നോക്കുമ്പോ എന്താ ഇവിടെ പറയുന്നത്? സെല്ലിന്റെ നെയിം കൂടെ പറയുന്നത് അല്ലെ? സെൽ റെഫറൻസ് കൂടെ പറയുന്നില്ലേ? അപ്പൊ എന്താ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയി. ഇനി നമുക്ക് ഈ പ്രോംപ്റ്റ് എന്ത് ചെയ്യാം? ചാറ്റ് ജിപിടിനോട് ചോദിച്ചു നോക്കാം. ചാറ്റ് ജിപിടി അടുത്ത് ഈ പ്രോംപ്റ്റ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ചാറ്റ് ജിപിടി എന്താണ് ഒരു ആൻസർ പറയാൻ നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ വാട്ട് ചാറ്റ് ജിപിടി ആൻസേഴ്സ്. കണ്ടോ? അപ്പൊ അവിടെ എക്സൽ ഫോർമുല വന്നില്ലേ? G6 മൈനസ് F6 ഡിവൈഡഡ് ബൈ F6. എന്നിട്ട് എന്ത് ചെയ്യാം? അത് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തതിന് ശേഷം നേരെ പേഴ്സണേജ് ഡിഫറൻസിന് അവിടെ വന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. പേസ്റ്റ് ചെയ്ത് കണ്ടോ? 0 വന്നു. അത് 0 വന്നതിന് റീസൺ വേറെ ഒന്നല്ല, അത് പോയിന്റിലായിരിക്കും കിടക്കുന്നത്. ജസ്റ്റ് ആ നമ്പർ ഫോമാറ്റ് മാറ്റിയിട്ട് പെർസെന്റേജ് ഇട്ട് കൊടുത്താൽ മതി. കണ്ടില്ലേ? 38%. ജസ്റ്റ് ഈ പെർസെന്റേജ് ചിഹ്നം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴെ ഡ്രാഗ് ചെയ്ത് കൊടുത്താല് ബാക്കിയുള്ള പെർസെന്റേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എത്രയേ ഉള്ളൂ. കണ്ടില്ലേ? വലിയ ബുദ്ധിമുട്ടിയോ? എന്തെങ്കിലും മാനുവൽ ആയിട്ട് നമുക്ക് വല്ല ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്തില്ല അല്ലെ? എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്തു? ചാറ്റ് ജിപിടി പറഞ്ഞ പോലെ അതുപോലെ തന്നെ പേസ്റ്റ് ചെയ്ത് കൊടുത്തതെന്നല്ലാണ്ട് വേറെ ഒന്നും ഞാൻ ചെയ്തില്ല. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുമ്പോൾ സെൽ നമ്പേഴ്സും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം. ക്ലിയർ അല്ലേ എല്ലാവർക്കും? എങ്ങനെയാണ് ചെയ്തത് മനസ്സിലായില്ലേ? ഓക്കെ ആണോ? ഓക്കെ. ഇനി അടുത്ത് വന്നത് VLOOKUP ആണ്. VLOOKUP നിങ്ങൾക്ക് പലർക്കും മറന്നു പോയിട്ടുണ്ടാവും അല്ലെ? നിങ്ങൾക്ക് ഇൻഡസ്ട്രി എക്സ്പേർട്ട് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു VLOOKUPന്റെ. പലരും VLOOKUP ഒക്കെ എക്സാമിനും ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും അല്ലെ ചെയ്യാനൊക്കെ. എങ്ങനെയാണ് നമുക്ക് VLOOKUP ചെയ്യാം? അപ്പൊ അതിനൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നമുക്ക് എക്സൽ ഷീറ്റ് ഉണ്ട്. അതിനകത്ത് റവന്യൂ, എക്സ്പെൻസ്, പർച്ചേസ് എമൗണ്ട്സ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് റവന്യൂ എമൗണ്ടും ഒരു ഇന്ന സിറ്റിയിലെ, ഇപ്പൊ ന്യൂഡൽഹിയുടെ റവന്യൂ ആണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ നേരത്തെ ക്വസ്റ്റൻ അതെന്താ? ഇന്ന സിറ്റിയിലെ ഇന്ന റവന്യൂ എന്നല്ലേ ചോദിച്ചത്. ഇവിടെ എന്താ? ന്യൂഡൽഹിയുടെ റവന്യൂ ആണ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ന്യൂഡൽഹിയുടെ റവന്യൂ. അപ്പൊ അതിനൊരു പ്രോംപ്റ്റ് ഉണ്ടാകാം. എന്താ പ്രോംപ്റ്റ്? ഓക്കെ, ഇൻ ആൻ എക്സൽ ടേബിൾ വിത്ത് അഡ്രസ് B3 to C35. B3 to C35 എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഏരിയ. B3 to C35 എന്നാണ് ഈ ഒരു ഏരിയ. ഇതിനകത്തുനിന്ന് കണ്ടെയ്നിങ് റവന്യൂ ഇൻഫർമേഷൻ ഫോർ ഡിഫറെന്റ് സിറ്റീസ്. പല സിറ്റീസിന്റെ റവന്യൂ ഇൻഫർമേഷൻ ഉണ്ട്. ഇതിനകത്തുനിന്ന് ന്യൂഡൽഹിയുടെ എമൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം? ന്യൂഡൽഹിയുടെ എമൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ പ്രോംപ്റ്റ് ഞാൻ ചാറ്റ് ജിപിടിയോട് ചോദിക്കാൻ പോവാണ്. എന്നിട്ട് ചാറ്റ് ജിപിടി എന്താ ആൻസർ ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, എന്നിട്ട് നോക്കാം ചാറ്റ് ജിപിടി എന്താണ് ആൻസർ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ എഴുതി തന്നിട്ടുണ്ട്. VLOOKUP ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. XLOOKUP ഉണ്ട്, പക്ഷെ XLOOKUP എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ VLOOKUP ആണ് യൂസ് ചെയ്യുന്നത്. സോ VLOOKUP ഞാൻ കോപ്പി ചെയ്തു. നൈസ് ആയിട്ട് ഞാനിവിടെ എന്ത് ചെയ്യുന്നു? പേസ്റ്റ് ചെയ്ത് കൊടുക്കും. കണ്ടോ? 1 2 4 3 4 2. നമുക്ക് നോക്കിയാലോ ന്യൂഡൽഹിയുടെ. യെസ്, കറക്റ്റ് അല്ലേ? 124,342. കണ്ടില്ലേ? ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. പക്ഷെ ഇവിടെ എന്താ വ്യത്യാസം? ഇവിടെ എങ്ങനെയാ? ഡീറ്റെയിൽഡ് പ്രോംപ്റ്റ് അല്ലെ? എങ്ങനെ മനസ്സിലായി ഡീറ്റെയിൽഡ് പ്രോംപ്റ്റ് ആണെന്ന്? ഇവിടെ താഴെ കാണാം B3 to C35 അല്ലെ? സെല്ലുകൾ വരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലെ? ആ ടേബിളിന്റെ റേഞ്ച് എങ്ങനെയാണെന്ന് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഇങ്ങനെയും കൂടെ പറഞ്ഞു കൊടുത്താൽ നല്ല രീതിയിൽ ആൻസേഴ്സ് കിട്ടും വേഗത്തില്. ഓക്കെ, അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന ഡ്യൂപ്ലിക്കേറ്റ്സ് ആണ്. എങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചെക്ക് ചെയ്യാം? നിങ്ങൾ എക്സലിനകത്ത് പഠിച്ചിട്ടുണ്ട്. എങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചെക്ക് ചെയ്യാൻ പറ്റും? എങ്ങനെ ചെക്ക് ചെയ്യാം? അറിയാലോ എങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചെക്ക് ചെയ്യാൻ പറ്റും? ചാറ്റ് ജിപിടി അല്ല, എക്സലിനകത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എക്സൽ ശ്രേയാംസ് അല്ലേ പഠിപ്പിച്ചേ? പറഞ്ഞേ, എങ്ങനെ ചെയ്യും ഡ്യൂപ്ലിക്കേറ്റ്സ്? ഫൈൻഡ് അല്ല, എങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചെക്ക് ചെയ്യും? കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഓർമ്മയില്ലേ? കണ്ടീഷൻ ഫോർമാറ്റിംഗ് ചെയ്യുമ്പോൾ അതിനകത്ത് എന്ത് ചെയ്യും? നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ്സ് നമ്മൾ കൊടുക്കും അല്ലെ? ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റംസ് ഉണ്ടോ എന്ന് നോക്കും അല്ലെ? അപ്പൊ നമുക്ക് ആ ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റംസ് ഉണ്ടെങ്കിൽ കളർ ചെയ്യും. അതല്ലേ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ത് ചെയ്യാൻ ഫോർമുല. അപ്പൊ നമുക്ക് അല്ലാണ്ട് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ രമ്യ എന്നാണ് പേര് ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞിട്ട് ആൻസർ ആണ്. ഓക്കെ, രമ്യ എന്ന പേര് ഒന്നിൽ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തെ ഒരു ഓപ്ഷൻ വേണ്ട. അപ്പൊ അത് എങ്ങനെ വരുത്തും? അതിനൊരു എക്സൽ ഫോർമുല ഉണ്ട്. അത് എന്ത് ഫോർമുലയാ അതൊന്നും എനിക്ക് അറിയത്തില്ല. അത് വരുത്താൻ വേണ്ടി നമുക്ക് താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നോക്കിയേ, I have few names in the cell from B5 to B43.
B5 തൊട്ട് B43 വരെ കുറച്ച് പേരുകളുണ്ട്. ഇതിനകത്തുനിന്ന് എക്സൽ ഫോർമുല വേണം എന്തിന്? ടു ഡിസ്പ്ലേ ദ ടെക്സ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് അഗെയിൻസ്റ്റ് എ നെയിം ദാറ്റ് അപ്പിയേഴ്സ് മോർ ദാൻ വൺസ് ഇൻ ദ ലിസ്റ്റ്. എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ ഒരു പേര് റിപ്പീറ്റ് ആയി വന്നു കഴിഞ്ഞാൽ അതിനപ്പുറത്ത് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞൊരു വാക്കും കൂടെ വരണം. അത് എങ്ങനെ ചെയ്യാം എന്നാണ് നോക്കാൻ പോണത്. അപ്പൊ ഇതും ഞാൻ എന്ത് ചെയ്യുന്നു? ചാറ്റ്ജിപിറ്റിനോട് ചോദിക്കാൻ പോവാണ്. ചാറ്റ്ജിപിറ്റി എടുത്ത് ചോദിച്ചു. എന്നിട്ട് ചാറ്റ്ജിപിറ്റി എന്ത് ആൻസർ ആണ് പറയുന്നത് നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം ആള് എന്ത് ചെയ്തിട്ടുണ്ട്? ഇഫും കൗണ്ട് ഇഫും കൂടെ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ പറഞ്ഞു. ഓക്കെ, ഇഫും പഠിപ്പിച്ചിട്ടുണ്ട്, കൗണ്ടി പഠിപ്പിച്ചിട്ടുണ്ടോ? കൗണ്ടി പഠിപ്പിച്ചിട്ടില്ലല്ലോ. അപ്പൊ അതും നമ്മൾ ചേർത്ത് യൂസ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് അത് കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്തിട്ട് നേരെ എക്സലിനകത്ത് വന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടോ? അപ്പൊ ഈ രമ്യ എന്ന് പറഞ്ഞ പേര് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. എങ്ങനെ മനസ്സിലായി രമ്യ എന്നുള്ള പേര് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നുള്ളത്? നിങ്ങൾക്ക് ഇവിടെ കാണാൻ കണ്ടോ? വീണ്ടും നമുക്ക് ഇവിടെ രമ്യ ആണ്. സോ ജസ്റ്റ് താഴെ ഡ്രാഗ് ചെയ്താൽ മതി. ഡ്രാഗ് ചെയ്ത് നമുക്ക് ഏതൊക്കെ പേരാണ് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ദിവ്യ എന്നുള്ളത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, സനൽ ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഫാത്തിമ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. സോ അങ്ങനെ എല്ലാ പേരുകളിലും ഏതൊക്കെയാണ് ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് ഈസിലി കണ്ടുപിടിക്കാം. നിങ്ങൾ എന്ത് ചെയ്യണ്ട? മാനുവലി പോയി ഇങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? എങ്ങനെയാണ് ചെയ്യുന്നത് മനസ്സിലായില്ലേ? ഓക്കെ ആണോ? ഓക്കെ, അടുത്തതാണ് വളരെ ഇമ്പോർട്ടന്റ് സംഭവമാണ് AR ഏജ് വൈസ് റിപ്പോർട്ട്. എന്താണ് AR ഏജ് വൈസ് എന്ന് പറയുന്നത്? ഇപ്പൊ എനിക്ക് 3-4 കസ്റ്റമേഴ്സ് ഉണ്ട്, കുറെ കസ്റ്റമേഴ്സ് ഉണ്ട്, ഒരു 1000-കണക്കിന് കസ്റ്റമേഴ്സ് ഉണ്ട്. ചില കസ്റ്റമേഴ്സ് നല്ലവരാണ് കേട്ടോ, വളരെ നേരത്തെ പൈസ തരും. ചില കസ്റ്റമേഴ്സ് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും തരുന്നത്. ചില കസ്റ്റമേഴ്സ് ആണെങ്കിൽ വിളിച്ചാൽ ഫോണും കൂടെ എടുക്കത്തില്ല, പൈസയും തരത്തില്ല. അങ്ങനെ ചില കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഓരോ കസ്റ്റമേഴ്സിനും A ഗ്രേഡ്, B ഗ്രേഡ്, C ഗ്രേഡ് കൊണ്ട് കൊടുക്കും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ A ഗ്രേഡ്, 60 ദിവസത്തിനുള്ളിൽ പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ B ഗ്രേഡ്, 90 ദിവസത്തിനുള്ളിൽ പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ C ഗ്രേഡ്, അതിനപ്പുറത്തേക്ക് പോയാൽ D ഗ്രേഡ്. അങ്ങനെ ABCD എന്ന് പറഞ്ഞൊരു ഗ്രേഡിംഗ് സിസ്റ്റം ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഓരോ കസ്റ്റമേഴ്സില് ഏത് കസ്റ്റമേഴ്സ് ആണ് A ഗ്രേഡ്, B ഗ്രേഡ്, C ഗ്രേഡ്, D ഗ്രേഡ് എന്ന് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? ഇത് A ആണോ B ആണോ C ആണോ എന്ന്? അതിനും നമുക്ക് എന്ത് ചെയ്യാം? ചാറ്റ്ജിപിറ്റി എടുത്ത് ഒരു ഫോർമുല ഡെവലപ്പ് ചെയ്യാൻ പറയാം. അപ്പൊ നമുക്ക് ഒരു പ്രോംപ്റ്റ് ഉണ്ട്. നോക്കിയേ, I have an Excel sheet with accounts receivable aging wise report. I want to get the grade of customers. എനിക്ക് എന്താ വേണ്ട? കസ്റ്റമേഴ്സിന്റെ ഗ്രേഡാ വേണ്ട, അക്കോർഡിംഗ് ടു ദെയർ ഏജ് വൈസ്. ഏജ് വൈസിന്റെ ഗ്രേഡ് ആണ് എനിക്ക് വേണ്ടത്. അത് ഏതൊക്കെ സെല്ലുള്ള? C6, D6, E6, F6. അങ്ങനെയാണെങ്കിൽ അതിന്റെ എക്സൽ ഫോർമുല എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നൈസ് ആയിട്ട് ചാറ്റ്ജിപിറ്റിനോട് ചോദിച്ചു നോക്കാം. ചാറ്റ്ജിപിറ്റിനോട് ചോദിച്ചിട്ട് ചാറ്റ്ജിപിറ്റി എന്ത് ഫോർമുലയാണ് അതിന്റെ ഡെവലപ്പ് ചെയ്യാന്ന് നോക്കാം. കണ്ടോ? അപ്പൊ ഇവിടെ നമുക്ക് കാണാം, ഇവിടെ ഗ്രേഡിംഗ് സിസ്റ്റം നോക്കിയേ. A ഗ്രേഡ്, B ഗ്രേഡ്, C ഗ്രേഡ്, D ഗ്രേഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഗ്രേഡിംഗ് സിസ്റ്റം തന്നെയാണ്. നമുക്ക് താഴെ ഒരു എക്സൽ ഫോർമുല തന്നിട്ടുണ്ട്, കണ്ടില്ലേ? ആ എക്സൽ ഫോർമുല നിങ്ങൾ കോപ്പി ചെയ്യാം. എക്സൽ ഫോർമുല കോപ്പി ചെയ്യുക. എന്നിട്ട് നൈസ് ആയിട്ട് ചാറ്റ്ജിപിറ്റിയിൽ കൊണ്ടുപോയിട്ട് അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ? ഇപ്പൊ പേസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കാണാം A ഗ്രേഡ് ആണ് അല്ലെ. ഇനി നിങ്ങൾ താഴെ ഡ്രാഗ് ചെയ്ത് കഴിയുമ്പോൾ അടുത്തത് C ഗ്രേഡ്. കാണുന്നതാ 60 മുതൽ 90 ദിവസമാണ്. പിന്നെന്താ? A ഗ്രേഡ്, പിന്നെ D ഗ്രേഡ്. അങ്ങനെ ഓരോ ഗ്രേഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? നമ്മൾ AR ഏജ് വൈസ് റിപ്പോർട്ട് ഉണ്ടാക്കും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താ? നിങ്ങൾ എന്തായാലും അക്കൗണ്ട്സ് റിസീവബിൾ ഒക്കെ വർക്ക് ചെയ്യാൻ വെക്കാം. വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. അതിനകത്ത് A ഗ്രേഡ് കസ്റ്റമേഴ്സ് എത്രയാ, B ഗ്രേഡ് എത്രയാ, C ഗ്രേഡ് എത്രയാന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് പിവോട്ട് ടേബിളും കാര്യങ്ങളും ഉണ്ടാകാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതുപോലെ എനോട് ചോദിച്ചാൽ മതി. ഏതിനെ എന്ത് ചെയ്യും? ഒരു ഫോർമുല നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് തരും. ക്ലിയർ അല്ലേ എല്ലാവർക്കും? എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമുക്ക് അടുത്തതിലോട്ട് കടക്കാം. അടുത്തതാണ് ഡേറ്റ അനാലിസിസ്. നമുക്കൊരു ഡേറ്റ എങ്ങനെ അനലൈസ് ചെയ്യാം? നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു 5 വർഷ P&L സ്റ്റേറ്റ്മെന്റ് വയ്ക്കാം. 5 വർഷത്തെ P&L സ്റ്റേറ്റ്മെന്റ്. ഈ 5 വർഷത്തെ P&L സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യണം? റവന്യൂ ട്രെൻഡ്സ് അനലൈസ് ചെയ്യണം, എക്സ്പെൻസ് പാറ്റേൺസ് അനലൈസ് ചെയ്യണം, പ്രോഫിറ്റബിലിറ്റി മാർജിൻസ് ഒക്കെ അനലൈസ് ചെയ്യണം. അപ്പൊ ഒരു അനാലിസിസ് ഒക്കെ ചെയ്യണം. ഇപ്പൊ സാധാരണ ഒരു അനാലിസിസ് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര സമയം എടുക്കും? ഒരു എക്സാമിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര സമയം എടുക്കും? 1 ദിവസം 2 ദിവസം ഒക്കെ എടുക്കുമായിരിക്കും അല്ലെ? നിങ്ങൾക്ക് ഒരു അനാലിസിസ്, ഡീറ്റെയിൽഡ് അനാലിസിസ് ചെയ്യാനായിട്ട്. ചാറ്റ്ജിപിറ്റിക്ക് അത്ര സമയമൊന്നും വേണ്ട, 1 ദിവസം 2 ദിവസം ഒന്നും വേണ്ട. ആള് വേണമെങ്കിൽ ഒരു 2 മിനിറ്റിൽ എന്ത് ചെയ്യും? അനാലിസിസ് തരും. എങ്ങനെയാന്നല്ലേ? അപ്പൊ അതിനാദ്യം നിങ്ങൾ ചെയ്യുന്ന ടേബിളും കോപ്പി ചെയ്യണം. ഇപ്രാവശ്യം പ്രോംപ്റ്റ് മാത്രമല്ല ടേബിളും കോപ്പി ചെയ്യാം. പ്രോംപ്റ്റും ടേബിളും കോപ്പി ചെയ്തെടുക്കാം.
എന്നിട്ട് നൈസ് ആയിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. നൈസ് ആയിട്ട് പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സെൻഡ് ചെയ്യുന്നു. പ്രോംപ്റ്റ് എന്ത് ചെയ്യാ? സെൻഡ് ചെയ്യാം. സെൻഡ് ചെയ്യുമ്പോൾ ChatGPT എന്ത് ചെയ്യും? അനാലിസിസ് ഓരോന്നായിട്ട് ചെയ്തുതരും. കണ്ടില്ലേ? ഫസ്റ്റ് റവന്യൂ ട്രെൻഡ് അനാലിസിസ് ആണ്. അത് നോക്കി കഴിഞ്ഞാൽ എന്ത് കാണാം? ടോട്ടൽ റവന്യൂ ഇത്രയും ഇൻക്രീസ് ആയിട്ടുണ്ട്. എത്ര പെർസെന്റേജ് ആ? 20.8% ഗ്രോത്ത് ആണ് ഉണ്ടായിട്ടുള്ളത്. കണ്ടില്ലേ? ഞാനിങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമോ 4.8% എന്നൊക്കെ പറഞ്ഞ്? ഇല്ല. ഈ 20.8 കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. അത് കാണുന്ന ChatGPT നല്ല രീതിയിൽ അനലൈസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ റിസൾട്ട് കണ്ടത്. ഓക്കെ. പിന്നെ താഴെ നിങ്ങൾക്ക് കാണാം ഓരോ അനാലിസിസ് ഇതുപോലെ ചേരണം. നൈസായിട്ട് എന്ത് ചെയ്താൽ മതി? കോപ്പി പേസ്റ്റ് ചെയ്തെടുത്താൽ പോരെ? ഈ റിപ്പോർട്ട് അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്തെടുത്ത് നിങ്ങൾക്ക് റിപ്പോർട്ട് ആക്കി സബ്മിറ്റ് ചെയ്താൽ പോരെ? അത്രയും സമയം വേണ്ടല്ലോ. പക്ഷെ ഒരു കാര്യം ഞാൻ എപ്പോഴും പറയും, ChatGPT ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നമ്മുടെ സുഹൃത്തും അല്ല അളിയനും അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ChatGPT തന്നെ അന്ധമായി വിശ്വസിക്കുകയും ചെയ്യരുത്. നിങ്ങൾ ആദ്യം കണ്ടപ്പോ എന്താ, അയ്യോ ശരിയായ വാല്യൂസ് ആണല്ലോ, പിന്നെ എല്ലാം ശരിയായിരിക്കും, ChatGPT ദൈവമാണ്, ദൈവം ഒരിക്കലും കള്ളം പറയില്ല എന്ന് പറയണ പോലെ അങ്ങനെ വിചാരിക്കുകയും ചെയ്യരുത്. അന്ധമായി വിശ്വസിക്കരുത്. നിങ്ങളുടെ വീട്ടുകാരെ അന്ധമായി വിശ്വസിക്കുന്ന പോലെ ChatGPT നിങ്ങൾ അന്ധമായി വിശ്വസിക്കരുത്. ChatGPT ചതിക്കും. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടേ, നിങ്ങൾ ChatGPT താഴെ കണ്ടോ? ChatGPT ക്യാൻ മേക്ക് മിസ്റ്റേക്സ്. ഓക്കെ. അപ്പൊ നിങ്ങൾ നൈസായിട്ട് ഈ റിപ്പോർട്ട് ഉണ്ടാക്കും, ബോസ് സബ്മിറ്റ് ചെയ്യും. ബോസ് നോക്കുമ്പോ ഇതിനകത്ത് കുറച്ചൊക്കെ എന്തൊക്കെയോ തെറ്റുകളുണ്ടല്ലോ. അപ്പൊ പറയും സാറേ ഞാൻ ChatGPT കൊടുത്തായിരുന്നു, ChatGPT ആണ് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി, ഞാനല്ല എന്ന് പറയും. അപ്പൊ ChatGPT എന്ത് ചെയ്യും? നൈസായിട്ട് മലത്തും. എന്താണ്? ChatGPT പറയും ChatGPT ക്യാൻ മേക്ക് മിസ്റ്റേക്സ് അല്ലെ? ChatGPT തന്നെ പറയുന്നുണ്ട് ആള് മിസ്റ്റേക്ക് ഉണ്ടാകുന്നു അല്ലെ? അപ്പൊ അതുകൊണ്ട് അന്ധമായി ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. എന്ത് ചെയ്യണം? ഒരു മാനുവൽ ചെക്കിംഗ് കൂടെ ഉണ്ടാവുന്നത് നല്ലതായിരിക്കും. ഈ 20.8 ശരിക്കും കിട്ടുമോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് നമ്മൾ നോക്കണം. ഈ പെർസെന്റേജ് ഗ്രോത്ത് ശരിക്കും ഉണ്ടോ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്യണം. എന്നിട്ട് മാത്രമേ എന്ത് ചെയ്യാവൂ? നമ്മൾ പ്രസന്റ് ചെയ്യാവൂ. അല്ലെങ്കിൽ ബോസിന് മുമ്പിൽ നമ്മൾ നാണം കെടും. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കിട്ടുന്ന ആൻസേഴ്സ് ഒക്കെ കറക്റ്റ് ആണെന്ന് ഒരിക്കലും വിശ്വസിക്കരുത്. യു ഹാവ് ടു റീചെക്ക് ഇറ്റ് കെയർഫുള്ളി. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് റീചെക്കിങ്ങിന്റെ പണി മാത്രം നിങ്ങൾക്ക് അവിടെ ഉണ്ടാവും. അതൊന്ന് ശ്രദ്ധിക്കുക. എസ്പെഷ്യലി ഇങ്ങനത്തെ അനാലിസിസ് ഒക്കെ ചെയ്യുമ്പോൾ ഒന്ന് റീചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ChatGPT എങ്ങനെ കണ്ടുപിടിച്ചെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. സോ യു ഹാവ് ടു ഫൈൻഡ് ഇറ്റ് മാനുവലി. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യുക? നൈസായിട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് റീചെക്ക് ചെയ്യുക. അത്രേ ഉള്ളൂ. ഓക്കെ. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന കമ്പയർ ചെയ്യാം. ഓക്കെ. കമ്പയർ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ 3 വർഷത്തെ സപ്ലയർ പേരും അവിടെ ബാലൻസ് എമൗണ്ടുകൾ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ട 3 ടേബിൾസും കമ്പയർ ചെയ്യുക. എന്നിട്ട് സപ്ലയർ നെയിമിന്റെ ലിസ്റ്റ് ഉണ്ടാക്കാം. എന്നിട്ട് എന്തിനാ ലിസ്റ്റ് that occur in more than one table. ഈ 3 ടേബിളിലും ഒരു ടേബിളിനേക്കാൾ കൂടുതൽ പേരുകൾ വന്നിട്ടുള്ള ഏതൊക്കെ സപ്ലൈസ് ഉണ്ട് എന്ന് വെച്ചാൽ ഈ ടേബിളിൽ ഒരാളുണ്ട്, ഈ ടേബിളിൽ ഒരാളുണ്ട്, അങ്ങനെ ഒന്നിൽ കൂടുതൽ എത്ര പേരുണ്ടെന്ന് കണ്ടുപിടിക്കണം. സോ അത് കണ്ടുപിടിക്കാൻ ഈസിയാണ്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? പ്രോംപ്റ്റും അതുപോലെ തന്നെ നമുക്ക് ടേബിളും എന്ത് ചെയ്യാം? കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം? പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എൻ്റർ അടിക്കാം. എൻ്റർ അടിച്ചതിന് ശേഷം ChatGPT എന്ത് ചെയ്ത് തരും? നിങ്ങൾക്ക് ആൻസർ ചെയ്ത് തരും. കണ്ടില്ലേ? ChatGPT നിങ്ങൾക്ക് ആൻസർ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ 1ൽ കൂടുതൽ ടേബിളിൽ ഏതൊക്കെയാ വന്നിട്ടുള്ള? ബ്ലൂ വേവ് സപ്ലയേഴ്സ് വന്നിട്ടുണ്ട്, ക്ലീൻ വാട്ടർ വെഞ്ചേഴ്സ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എക്സ്പേർട്സ് വന്നിട്ടുണ്ട്. അപ്പൊ 1ൽ കൂടുതൽ വന്ന ആൾക്കാരുടെ ലിസ്റ്റുകളാണ് ഇങ്ങനെ. സോ അത് നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. കമ്പയർ ഒക്കെ ചെയ്യാം. നമുക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടൊക്കെ നോക്കി ഇങ്ങനെ ചെയ്യുന്നതിന് പകരം ChatGPT എന്ത് ചെയ്ത് തരും? കമ്പയർ ഒക്കെ ചെയ്ത് തരും. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ChatGPT ക്യാൻ മേക്ക് മിസ്റ്റേക്സ്. ഓക്കെ. ആൻഡ് വൺ ലാസ്റ്റ് തിങ്, ഒരു കാര്യം കൂടെ നമുക്ക് നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ദാറ്റ് ഈസ് സെന്റിമെന്റ് അനാലിസിസ്. എന്താണ് സെന്റിമെന്റ് അനാലിസിസ്? അതായത് ഇപ്പൊ നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പൊ ഫിൻപ്രൂവിനാണെങ്കിൽ നിങ്ങൾക്ക് ഫീഡ്ബാക്സ് എടുക്കണ്ടാവും അല്ലെ? ഓരോ സ്റ്റുഡന്റിനെ പേഴ്സണലി വിളിച്ചിട്ട് എങ്ങനെയുണ്ടായി ക്ലാസ്സസ്, നിതിൽ സാർ എങ്ങനെയാ ക്ലാസ് എടുക്കുന്നത്, ശ്രേയാംസ് എങ്ങനെയാ ക്ലാസ് എടുക്കുന്നത്, അങ്ങനെ ഓരോരുത്തരെയും നമ്മൾ ഇൻഡിവിജ്വലി നമ്മൾ ചോദിക്കാറുണ്ട് അല്ലെ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ചിലവർ പറയും നിതിൽ സാർ നല്ല രീതിയിൽ ക്ലാസ് എടുക്കുന്നുണ്ട്, ശ്രേയാംസ് അടിപൊളിയായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. ചിലവരെന്ത് പറയും? നിതിൽ സാർ ഭയങ്കര സ്പീഡിലാ ക്ലാസ് പോകുന്നത്, നിതിൽ സാറിന്റെ ക്ലാസ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെയും ചില കമന്റ്സ് വരും. ഓക്കെ. ഞാൻ ചുമ്മാ പറഞ്ഞാണ്, ചിലപ്പോൾ ഉണ്ടാവാണ്ടിരിക്കാൻ കൂടോസ്, അതൊന്നും എനിക്ക് അറിയണ്ട. സോ അങ്ങനെ ചില കമന്റ്സ് നമ്മൾ ഇടും അല്ലെ? നമ്മൾ ചിലപ്പോ എന്ത് ചെയ്യും? ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുക്കും. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ എന്ത് ചെയ്യും? ആ ഫീഡ്ബാക്സ് ഒക്കെ റെക്കോർഡ് ചെയ്യും.
അപ്പൊ അതിനകത്ത് ഇപ്പൊ നിതിൽ സാർ നല്ലതാണ്, ശ്രേയാ മിസ് അടിപൊളിയാണെന്നൊക്കെ പറയുന്നതൊക്കെ എന്തായിരിക്കും? പോസിറ്റീവ് കമന്റ്സ് ആണ് അല്ലെ, നല്ല കമന്റ്സ് ആണ് പറയുന്നത്. എന്നാ നിതിൽ സാറിന്റെ ക്ലാസ് സ്പീഡാണ്, ശ്രേയാ മിസിന്റെ പൊട്ടയാണെന്നൊക്കെ പറയുമ്പോൾ എന്താ? അത് നല്ല കമന്റ്സ് അല്ല, നെഗറ്റീവ് കമന്റ്സ് ആണ്. സോ അങ്ങനെ പോസിറ്റീവ് കമന്റ്സും നെഗറ്റീവ് കമന്റ്സും, പിന്നെ ചിലപ്പോ നിതിൽ സാറിന്റെ ക്ലാസ് കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലാസ് ആണെന്ന് പറയുന്നത് എന്തായിരിക്കും? ന്യൂട്രൽ കമന്റ് ആണ് അല്ലെ. അതായത് നല്ലതല്ല മോശമല്ലാത്ത കമന്റ്സും ചിലതുണ്ടാവും. സോ അങ്ങനത്തെ കമന്റ്സ് വേർതിരിക്കണം. നല്ലത് ഏതാ, മോശം ഏതാ, കുഴപ്പമില്ലാത്ത ഏതാ, അങ്ങനെ വേർതിരിക്കണം. അതെങ്ങനെ വേർതിരിക്കാന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ അതിന് നമുക്ക് എന്തുണ്ട്? ഒരു പ്രോംപ്റ്റ് ഉണ്ട്, നമുക്കിവിടെ താഴെ കാണാം. പെർഫോം സെന്റിമെന്റ് അനാലിസിസ് ഓൺ ദി ഫോളോയിങ് ഡേറ്റാ സെറ്റ്. ഇത് നമ്മൾ വിളിക്കുന്നത് സെന്റിമെന്റ് അനാലിസിസ് എന്നാണ്. പോസിറ്റീവ് നെഗറ്റീവ് കണ്ടുപിടിക്കുന്നത് അങ്ങനെയാണ്. കാറ്റഗറൈസ് ഈച്ച് കമന്റ് ആസ് പോസിറ്റീവ്, നെഗറ്റീവ് ഓർ ന്യൂട്രൽ. നമ്മൾ എന്ത് ചെയ്യണം? ഓരോ കമന്റിനും പോസിറ്റീവ്, നെഗറ്റീവ്, ന്യൂട്രൽ എന്നാണ് കൊടുക്കുക. അപ്പൊ ഞാൻ നൈസ് ആയിട്ട് ഡേറ്റയും കോപ്പി ചെയ്യാണ്, പ്രോംപ്റ്റും തൊട്ട് താഴെ തന്നെ ഉണ്ട്, അതും കോപ്പി ചെയ്യാം. എന്നിട്ട് നൈസ് ആയിട്ട് ഇത് എന്ത് ചെയ്യുക? പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എവിടെ? ചാറ്റ് ജിപിടിയിൽ പേസ്റ്റ് ചെയ്യും. എന്നിട്ട് എൻ്റർ അടിക്കുക. എൻ്റർ അടിക്കുക, ചാറ്റ് ജിപിടി എന്ത് ചെയ്ത് തരും? നിങ്ങൾക്ക് ഒരു പ്രോംപ്റ്റ് ഡെവലപ്പ് ചെയ്യും. ലെറ്റ്സ് സീ. കണ്ടില്ലേ? ഇവിടെ നിങ്ങൾക്ക് കാണാം എന്തൊക്കെയാണ് പോസിറ്റീവ്സ്, എന്തൊക്കെയാണ് നെഗറ്റീവ്സ്, എന്തൊക്കെയാണ് ന്യൂട്രൽ. കണ്ടില്ലേ? സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്ത് തരും? ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ്സ് ആണോ നമുക്ക് കാണാം. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഇവിടെ കാണാം ന്യൂട്രൽ കമന്റ്സ് എന്തായിരിക്കും? 0. ഓക്കെ, ന്യൂട്രൽ എന്താണ്? 0. എന്തുകൊണ്ടാണ് ന്യൂട്രൽ 0 എന്നാണ്? ശരിക്കും അതിന്റെ ഇടയ്ക്ക് എന്തുണ്ട്? ന്യൂട്രൽ ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ചാറ്റ് ജിപിടി ന്യൂട്രൽ 0 എന്നാണ് അറിയോ? ചാറ്റ് ജിപിടി എന്നത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സംഭവം അല്ലെ, നാച്ചുറൽ പേഴ്സൺ അല്ലല്ലോ, ആർട്ടിഫിഷ്യൽ ആണ് അല്ലെ. അപ്പൊ ചാറ്റ് ജിപിടിക്ക് ഹ്യൂമൻ ഫീലിങ്സ് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പൊ എക്സാമ്പിൾ, നൗഫി ഒരു കമന്റ് ഇട്ടു, നിതിൽ സാറിന്റെ ക്ലാസ് കുഴപ്പമില്ല എന്ന് പറയാണ്. അപ്പൊ ചാറ്റ് ജിപിടി നോക്കുമ്പോ എന്താ? നല്ലതാണോ മോശമാണോ പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല അല്ലെ. എന്നെ ചാറ്റ് ജിപിടി അല്ലെ, എന്നെ സംബന്ധിച്ച് എന്താ? നല്ലതാണോ മോശമാണോ പെട്ടെന്ന് പറയാൻ പറ്റുമോ? നൗഫിയ പറയാണ് നിതിൽ സാറിന്റെ ക്ലാസ് കുഴപ്പമില്ല എന്ന് പറയാം. ഞാൻ നല്ല രീതിയിൽ എടുക്കോ മോശം രീതിയിൽ എടുക്കോ? അത് ഓരോ പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെ. ഇപ്പൊ ഞാൻ എന്നെ കുറിച്ചാണ് പറയുന്നത്, ഞാൻ നല്ലതാണെന്ന് വിചാരിക്കുള്ളൂ. കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഞാൻ കുഴപ്പമില്ലാത്ത രീതിയിലാണ് എടുക്കണേന്നായിരിക്കും. ഇപ്പൊ ശ്രേയാമിസിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്? നൗഫിയ പറയണത് ശ്രേയാമിസിന്റെ ക്ലാസ് കുഴപ്പമില്ല. ശ്രേയാമിസ് അപ്പൊ എന്ത് വിചാരിക്കും? ഓ കുഴപ്പമില്ല, അപ്പൊ എന്തോ കുഴപ്പമുണ്ട് അല്ലെ, അങ്ങനെ വിചാരിക്കില്ലേ? അത് ഓരോ പേഴ്സണലൈസ് മാറില്ലേ. ഇപ്പൊ ഞാൻ നൗഫിയുടെ കമന്റിന്റെ അടുത്ത് പോസിറ്റീവ് ആയിട്ട് എടുത്ത് അല്ലെ, അതേപോലെ ശ്രേയാമിസ് അതിനെ എടുത്ത് നെഗറ്റീവ് ആയിട്ടാണ് കമന്റ് എടുത്തത് അല്ലെ. ഇതേപോലെ ചാറ്റ് ജിപിടി എന്ത് ചെയ്യില്ല? ന്യൂട്രൽ കമന്റ്സിനെ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നല്ലാണ്ട് ഒരിക്കലും ന്യൂട്രൽ കമന്റ് ആയിട്ട് പറയത്തില്ല. ഇപ്പൊ പുണ്യം ഓക്കെ തന്നെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവാം, പക്ഷെ അത് ചാറ്റ് ജിപിടി എന്ത് ചെയ്യും? അതൊന്നില്ലെങ്കിൽ പോസിറ്റീവിലോട്ട് തള്ളും, അല്ലെങ്കിൽ നെഗറ്റീവിലോട്ട് തള്ളും. ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? ന്യൂട്രൽ ആണെന്ന് പറയത്തില്ല. അപ്പൊ ഒരിക്കലും ഒരു എയ്ക്കും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം എന്ന് പറയോ? ഹ്യൂമൻ ഇമോഷൻസ്. ഹ്യൂമൻ ഇമോഷൻസ് ഒരു എയ്ക്കും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ടെക്നിക്കലി ഈ പറഞ്ഞ സാധനം എന്താണ്? ഹ്യൂമൻ ഇമോഷൻസും ബിഹേവിയറിനെ അനലൈസ് ചെയ്യുന്ന. അത് എത്രയൊക്കെ എ വന്നു എന്ന് പറഞ്ഞാലും, നിങ്ങളുടെയൊക്കെ സുഹൃത്താവാന്നൊക്കെ പറഞ്ഞാൽ കൂടിയും എപ്പോഴും എന്താ? എ ആണ്. അത് ഒരിക്കലും മനുഷ്യന്മാരെ റീപ്ലേസ് ചെയ്യത്തില്ല അല്ലെ. ഇപ്പൊ നിങ്ങൾക്ക് കുറെ എന്താ പറയാ, നിങ്ങൾക്ക് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടാൻ വേണ്ടി നിങ്ങൾ എ ആയിട്ടൊക്കെ ചാറ്റ് ചെയ്യുന്നത് കാണാം. ചില ആൾക്കാരുണ്ട് എ ആയിട്ടൊക്കെ ചാറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ലാന്ന് പറയുമ്പോൾ എ ആയിട്ട് ചാറ്റ് ചെയ്യും. പക്ഷെ എന്തൊക്കെ എ ആയിട്ട് ചാറ്റ് ചെയ്യുന്ന പറഞ്ഞാലും എ എപ്പോഴും എ തന്നെയാണ്. അത് ഒരിക്കലും ഹ്യൂമൻ ഇമോഷൻസ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പൊ അതാണ് ഈ സെന്റിമെന്റ് ആൻസർ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും നമുക്ക് എന്ത് കിട്ടത്തില്ല? ന്യൂട്രൽ കമന്റ്സ് കിട്ടത്തില്ല. അപ്പൊ അത് എപ്പോഴും നിങ്ങൾ മൈൻഡിൽ വെക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഈ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ അല്ലേ? എങ്ങനെയാണ് നമ്മൾ AI വിത്ത് എക്സൽ ചെയ്തതെന്ന് മനസ്സിലായില്ലേ? ഇത്രേ ഉള്ളൂ ബേസിക്കലി. അപ്പൊ നിങ്ങൾക്ക് ഇതിനപ്പുറത്തും ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ എക്സലിനകത്ത് പഠിക്കാത്തൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ഈ പഠിക്കാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചാറ്റ് ജിപിടിയോട് ചോദിച്ചാൽ മതി. ചാറ്റ് ജിപിടി നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ഗൈഡ് ആയിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ ഒരു ആഡ് നോളേജ് ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് നിങ്ങളെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ കാര്യം ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ എന്ത് ചെയ്യാം? ചാറ്റ് ജിപിടിയോട് ചോദിക്കാം, ചാറ്റ് ജിപിടി പറഞ്ഞുതരും. ഓക്കെ, എന്റെ പേഴ്സണൽ ലൈഫിലും പറയാണ്. എന്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ ചാറ്റ് ജിപിടി യൂസ് ചെയ്യാറുണ്ട്. ഇതെന്റെ ഓഫീസ് അക്കൗണ്ട് ആണ്. എനിക്ക് പേഴ്സണൽ അക്കൗണ്ട് അല്ലാണ്ട് ചാറ്റ് ജിപിടി ഉണ്ട്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പേഴ്സണലി ചോദിക്കാറുണ്ട്. അപ്പൊ യു ക്യാൻ ആസ്ക് പേഴ്സണലി ആസ് വെൽ. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു ജോലി തപ്പണം, എനിക്ക് എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല, അപ്പൊ അങ്ങനെയാണെങ്കിൽ ചാറ്റ് ജിപിടിയോട് ചോദിക്കാം. അല്ലെങ്കിൽ എനിക്കൊരു ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കണം, എങ്ങനെയാണ് എനിക്ക് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എന്തൊക്കെ എക്സസൈസ് ചെയ്യണം എനിക്ക് അറിയത്തില്ല, ചാറ്റ് ജിപിടിയോട് ചോദിക്കാം. യു ക്യാൻ യൂസ് ഇറ്റ് ഫോർ പേഴ്സണൽ പർപ്പസസ് ആസ് വെൽ.
ഓക്കെ. പക്ഷെ നമ്മളിപ്പോ ഇവിടെ പഠിപ്പിക്കുന്നത് എന്താ, ഒരു പ്രൊഫഷണൽ വേ, ഒരു ഓഫീസിൽ നമുക്ക് എങ്ങനെ നമുക്ക് ഇത് യൂസ് ചെയ്യാന്നുള്ളതാണ്. നിങ്ങൾ അത് മാക്സിമം നിങ്ങൾ ഇതിനകത്ത് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ടാലിയിലും സോഹോയിലൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ്ജിപിറ്റിനോട് ചോദിച്ചാൽ ചാറ്റ്ജിപിറ്റി പറഞ്ഞുതരും. ഓക്കെ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, വൈസ്ലി നിങ്ങൾ ഈ പറയുന്ന ചാറ്റ്ജിപിറ്റി യൂസ് ചെയ്യുക. പിന്നെ ഒരിക്കലും ചാറ്റ്ജിപിറ്റി എന്ത് യൂസ് ചെയ്യരുത്, മിസ്യൂസ് ചെയ്യരുത് ഒരിക്കലും. ഓക്കെ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം ചാറ്റ്ജിപിറ്റി വഴി നമുക്ക് കുറെ പിക്ചേഴ്സ് ഒക്കെ ജനറേറ്റ് ചെയ്യും അല്ലെ. അപ്പൊ ഒരിക്കലും ചാറ്റ്ജിപിറ്റി നമ്മൾ മിസ്യൂസ് ചെയ്യുന്ന രീതിയിലത്തെ പിക്ചേഴ്സോ അങ്ങനത്തെ രീതിയിലൊന്നും നമ്മൾ യൂസ് ചെയ്യരുത്. നമ്മൾ എപ്പോഴും എത്തിക്കൽ വേയിലാണ് യൂസ് ചെയ്യാം. കാരണം നമ്മൾ മിസ്യൂസ് ചെയ്യാൻ നോക്കിയാൽ ചാറ്റ്ജിപിറ്റി എന്ത് ചെയ്യും, നമ്മൾ റിപ്പോർട്ട് ചെയ്യും അവസാനം. അപ്പൊ അതുകൊണ്ട് എപ്പോഴും എത്തിക്കലായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ എന്താണ് എന്താ പറയാ, നല്ല രീതിയിൽ യൂസ് ചെയ്യുക. അതായത് നല്ല ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുക. ഒരിക്കലും മിസ്യൂസ് ചെയ്യരുത്. അതാണ് എനിക്ക് എഐനോട് പറയാൻ, എഐയുടെ കാര്യത്തിൽ പറയാനായിട്ടുള്ളത്. ഓക്കെ. നിങ്ങൾ മിസ്യൂസ് ചെയ്യാൻ നല്ല പിള്ളേരാണെന്നൊക്കെ എനിക്കറിയാം. എന്നാലും ജസ്റ്റ് ഒരു ഇതിൽ പറയാം. കാരണം ഓവറായിട്ട് യൂസ് ചെയ്താലും പ്രശ്നം തന്നെയാണ്. സോ അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ മിസ്യൂസ് ചെയ്യരുത് ഒരിക്കലും. ഓക്കെ. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഇനി നാളെയും അതുപോലെ തേഴ്സ്ഡേയും നിങ്ങൾക്ക് ക്ലാസ്സസ് ഉണ്ടാവില്ല. നിങ്ങൾക്ക് 2 ദിവസം സ്റ്റഡി ഹോളിഡേസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എക്സാംസ് അറിയാലോ, സോഹോ ബുക്സും പ്രാക്ടീസ് പോർട്ടും. ഈ 2 എക്സാംസിനുള്ള പ്രിപ്പറേഷൻസ് ചെയ്യുക. പിന്നെ അസസ്മെന്റ് എക്സാം അല്ലാണ്ടുണ്ട് 1000 തൊട്ട്. സോ അതിനും നിങ്ങൾ ഈ 2 ദിവസം നിങ്ങൾ അതിന് വേണ്ടി ചെലവഴിക്കുക. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് SAPലോട്ട് കടക്കും. ഓക്കെ. November 22 ഓൺവേർഡ്സ് നിങ്ങൾ SAPലോട്ട് കടക്കും. അപ്പൊ SAPലോട്ട് കടക്കുമ്പോൾ എനിക്ക് ഒരു സജഷൻ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇതുവരെ സീരിയസ് ആയില്ലെങ്കിൽ ഇനി അങ്ങോട്ട് സീരിയസ് ആവുക. ഓക്കെ. ഇതുവരെ നിങ്ങൾ ഉഴപ്പിയോ ഇല്ലയോ ദാറ്റ് ഡസന്റ് മാറ്റർ. പക്ഷെ ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾ ഉഴപ്പി കഴിഞ്ഞാൽ പണിപെടും. അത് എന്റെ ഒരു പേഴ്സണൽ സജഷൻ ആണ്. ആസ് എൻ SAP ട്രെയിനർ ഓൾസോ ഞാൻ SAP എടുക്കുന്നുണ്ട് ഇടക്ക്. നിങ്ങൾക്ക് എടുക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ആസ് എൻ SAP ട്രെയിനറും കൂടി ഞാൻ പറയാണ്, ഞാൻ എടുക്കുന്നല്ലാണ്ട് ഉദ്ദേശിക്കുന്നത്, ജസ്റ്റ് പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കുറച്ച് സീരിയസ് ആവുക. SAPയുടെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ക്ലാസ് ഒന്നും മിസ്സാക്കാണ്ട് നോക്കുക. ഓക്കെ. അപ്പൊ അത്രയാണ് എനിക്ക് ഇന്ന് പറയാനായിട്ടുള്ളത്. അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി നിങ്ങളുടെ ബാച്ച് ഇനി എപ്പോഴാണ് ഇനി എടുക്കാൻ പറ്റാന്ന് എനിക്ക് അറിയത്തില്ല. ഇനി ഭാവിയിൽ എന്തെങ്കിലും ക്ലാസ് കിട്ടുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ എടുക്കും. അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിന് വേണ്ടി ഇപ്പൊ വിഷ് ചെയ്യാണ്. വിഷിങ് യു ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പൊ നന്നായിട്ട് സക്സീഡ് ചെയ്യുക. ഇനി അങ്ങോട്ട് നിങ്ങളെ ഒരു ജോലിയിൽ നല്ലൊരു പൊസിഷനിലൊക്കെ എത്തി കാണാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പൊ താങ്ക് യു സോ മച്ച് ആൻഡ് ദാറ്റ്സ് ഓൾ. ഞാൻ ഗ്രൂപ്പില് ഞാൻ ഈ എക്സലിന്റെ വിത്ത് എക്സലിന്റെ ക്വസ്റ്റ്യൻ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടേക്കാം. ഓക്കെ. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓൺലൈൻ സ്റ്റുഡൻസ് സ്റ്റേ ചെയ്യാം, ബാക്കിയുള്ള ലീവ് ചെയ്തോളൂ. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു നഫിയ.